നമസ്കാരം മാന്യ പ്രേക്ഷകരെ, ചൊറിയാതെ വയ്യ അടുത്ത എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് വീണ്ടും സ്നേഹ സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു വിശിഷ്ട വ്യക്തിത്വം കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രൊഫഷനെയാണ് നമ്മൾ കൂടുതൽ ബഹുമാനിച്ചുകൊണ്ട് ഇതിലെ അതിഥിയായി കൊണ്ടുവന്നിരിക്കുന്നത്. അദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയം ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് എന്ന് പറയുന്ന, അതല്ലെങ്കിൽ കർഷകരുമായി ബന്ധപ്പെട്ട് നേരിട്ട് ഇടപഴകുന്ന, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പഠിച്ചുകൊണ്ട് മുന്നേറുന്ന ഒരു നേതാവ് കൂടിയാണ്, ഒരു സാമൂഹ്യ പ്രവർത്തകൻ കൂടിയാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജയസൂര്യൻ സാർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ചൊറിയാതെ വഴിയിലേക്ക് സ്വാഗതം സാർ. സാർ, നമ്മുടെ ചരിത്ര മുഹൂർത്തം വരിക തന്നെയാണ്. നാളെ ഒരു ചരിത്രം തന്നെയാണ് പിറക്കാൻ പോകുന്നത് എന്ന് പറയാം. കാരണം നമ്മൾ കണ്ടു, 2014 ശേഷം നരേന്ദ്രമോദി എന്ന് പറയുന്ന അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയം BJP ആയിക്കോട്ടെ, അതല്ലെങ്കിൽ അദ്ദേഹം വളർന്നു വന്നിട്ടുള്ള ആ ഒരു സംഘപ്രസ്ഥാനം, അത് RSS ആയിക്കോട്ടെ, മാതൃപ്രസ്ഥാനം ഏതോ ആയിക്കോട്ടെ, എന്നിരുന്നാലും ലോകത്തിന് ഈ പറയുന്ന നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ലോകത്ത് ഭാരതത്തിന് കിട്ടിയിട്ടുള്ള ഒരുപാട് സ്ഥാനമാനങ്ങൾ മാത്രമല്ല, ഇന്നിപ്പോൾ ഭാരതത്തിന്റെ പതാകയ്ക്ക് താഴെ ആരണിനിരുന്നാലും അവരെ ബഹുമാനത്തോടുകൂടി, അവരെ വാരിപ്പുണർന്ന സ്നേഹത്തോടുകൂടി ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ഭാരതം മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിജി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ രാഷ്ട്രീയം നമുക്ക് മാറ്റിവെക്കാം. അത്തരത്തിലുള്ള നരേന്ദ്രമോദിജി നയിക്കുന്ന, അതല്ലെങ്കിൽ അദ്ദേഹം നയിക്കുന്ന നാളത്തെ ഒരു വീണ്ടും തിരഞ്ഞെടുപ്പിന്റെ ഫലം വരികയാണ്. ആ ഫലത്തിൽ വീണ്ടും മൂന്നാമതും അദ്ദേഹം പ്രധാനമന്ത്രിയാവാൻ പോകുന്നു എന്ന് ഏകദേശം 100% ഉറപ്പായിരിക്കുന്ന ഈ വേളയിൽ തന്നെയാണ് നാളത്തിന് തൊട്ട് മുമ്പുള്ള ഈ രാത്രിയിൽ നമ്മൾ ഈ ഒരു വിഷയം എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾക്കറിയാം, അതിൽ കേരളത്തിന് മാത്രമല്ല, ഈ നാട്ടിൽ ഒന്നടങ്കമുള്ള, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളിലെല്ലാം ചുറ്റി സഞ്ചരിച്ചിട്ടുള്ള അങ്ങയുടെ ആ ഒരു കൃത്യമായിട്ടുള്ള എക്സ്പീരിയൻസ് തന്നെയാണ് നമ്മൾക്ക് ഇവിടെ വേണ്ടത്. എങ്ങനെയാണ് സാർ ഈ ഒരു കേരളത്തെ അടിസ്ഥാനമാക്കി നമ്മൾ ആദ്യം സംസാരിക്കുകയാണെങ്കിൽ, കാരണം നമുക്കറിയാം സരസു ടീച്ചറെയൊക്കെ നമ്മൾ എടുത്തു പറയേണ്ടതാണ്. സരസു ടീച്ചറെ എടുത്തു പറയേണ്ടത് നമുക്കറിയാം, അവരുടെ ആ ഒരു റിട്ടയർമെന്റ് സമയത്ത് SFIക്കാർ ശവകുടീരം ഒരുക്കിക്കൊണ്ട് അവരെ പറഞ്ഞയക്കാൻ, യാത്ര അയക്കാൻ വേണ്ടിയൊക്കെ മിനക്കെട്ട ഒരു ഓരോ വ്യക്തിയും 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കേരളത്തിൽ അണിനിരന്നിട്ടുള്ള ലോക്സഭാ സ്ഥാനാർത്ഥികളെ നമുക്കറിയാം. അവരെ ഓരോരുത്തരെയും വ്യക്തിപരമായിട്ട് എടുക്കുകയാണെങ്കിൽ തന്നെ അവരിൽ തന്നെ നമുക്ക് ഒരുപാട് 100% പ്രതീക്ഷകളുള്ള ആളുകൾ. പിന്നെ നമ്മുടെ നാട്ടിൽ ഒന്നടങ്കം, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? എങ്ങനെയാണ് അങ്ങയുടെ ആ ഒരു പ്രാഥമിക വിലയിരുത്തൽ വരുന്നത്? ബൈജു പറഞ്ഞതുപോലെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു ഇലക്ഷൻ വരാൻ പോകുന്നു. മോദിജി വ്യക്തമാക്കി കഴിഞ്ഞു, നിങ്ങൾ കഴിഞ്ഞ 10 വർഷം കണ്ടത് കേവലം ട്രെയിലർ മാത്രമാണ്, യഥാർത്ഥത്തിലുള്ള ഷോ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതായത് ഭൂരിപക്ഷം ലഭിച്ചുകൊണ്ട് മൂന്നാമത്തെ തവണ മോദിജി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയുടെ ഇതുവരെയുള്ള എല്ലാ തെറ്റുകളെയും കഴുകിക്കളയാനും ശരികളെ പ്രതിഷ്ഠിക്കാനും കഴിയുന്ന ഇച്ഛാശക്തിയോടുകൂടി, നിശ്ചയദാർഢ്യത്തോടുകൂടി അതിന്റെ ഹോംവർക്ക് എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കന്യാകുമാരി വിവേകാനന്ദ പാറയിൽ പോയി ആ തപസ് അനുഷ്ഠിച്ചത്. ഇനി കർമ്മകാണ്ഡത്തിലേക്ക് ഇറങ്ങുകയാണ്. അദ്ദേഹം തിരിച്ചെത്തുമ്പോൾ തന്നെ എല്ലാ കാര്യങ്ങളും വെൽ പ്ലാൻഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞു. ഇന്നിപ്പോ ഞാൻ കണ്ടു, 22 ലക്ഷം രൂപയുടെ പൂക്കൾ സത്യപ്രതിജ്ഞാ വേദി അലങ്കരിക്കാൻ വേണ്ടി ടെൻഡർ വിളിച്ചു കഴിഞ്ഞു. നാളെ ടെൻഡർ ഉറപ്പിക്കും എന്ന്. അപ്പോൾ എല്ലാം പ്ലാൻഡ് ആണ്. അതുപോലെ G7 ഉച്ചകോടി പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം വിദേശത്തേക്ക് പോകുന്നു. തിരിച്ചു വന്നിട്ടായിരിക്കും മന്ത്രിസഭയുടെ പൂർണ്ണ രൂപം നമുക്ക് കാണാൻ കഴിയുക എന്നുള്ളത്. ഏതായാലും ഈ ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യൻ രാഷ്ട്രീയത്തിലും വളരെ വലിയ ദൂരവ്യാപകമായ മാറ്റങ്ങളായിരിക്കും സംഭവിക്കുക. അതായത് പല രാഷ്ട്രീയ പാർട്ടികളും ഇല്ലാതാകും. ഉദാഹരണമായി പറഞ്ഞാൽ ശിവസേന, NCP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഇല്ലാതെയാകും. മമതാ ബാനർജിയെ പോലെ പ്രതിപക്ഷത്ത് ഉയർത്തിക്കാണിക്കാൻ കഴിയും എന്ന് കരുതിയിരുന്ന വ്യക്തികൾ അപ്രസക്തരാകും. അവരവരുടെ സംസ്ഥാനങ്ങളിൽ തന്നെ അപ്രസക്തരാകും. പ്രതിപക്ഷം എന്നുള്ള നിലയിൽ കോൺഗ്രസിന് മേൽ ഇനി ഒരു പ്രതീക്ഷ ആവശ്യമില്ല എന്നുള്ളതും വളരെ ബോധ്യമാവും. അവരുടെ പ്രകടനം ബാക്കി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത്തവണ നടത്തിയത്. അതായത് ഇന്ത്യ മുന്നണി 39 രാഷ്ട്രീയ കക്ഷികളെ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയത്. വലുതും ചെറുതും എന്ന് അവർ പറയുന്ന 39 രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇന്ത്യ മുന്നണി ഉണ്ടായി. ആ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി 100-ലധികം സീറ്റുകൾ കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ ആദ്യമായി വിട്ടുകൊടുത്തു. കേവലം 300-ലധികം സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് നേരിട്ട് മത്സരിച്ചത്. ഇപ്പൊ ബീഹാർ പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ പോലും കേവലം 3 സീറ്റിൽ ഒതുങ്ങി. 10 സീറ്റ് പോലും മത്സരിക്കാൻ UP-യിൽ അവരെടുത്തില്ല എന്ന് പറഞ്ഞാൽ അവർക്കില്ല.
അങ്ങനെ വളരെ വലിയ വിശാലമായ വിട്ടുവീഴ്ചയ്ക്ക് ശേഷം ഒരു ഇന്ത്യ മുന്നണി ഉണ്ടാക്കി നരേന്ദ്രമോദിയെ താഴെ ഇറക്കുക എന്ന ഏക അജണ്ടയുമായി വന്നപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത ഒരു പോയിന്റ് ഇതിന്റെ പിന്നിൽ കിടക്കുന്നുണ്ട്. ഇത്തവണ നരേന്ദ്രമോദി സർക്കാരും നരേന്ദ്രമോദിയും ഏറ്റുമുട്ടിയത് ഇന്ത്യ മുന്നണിയോടല്ല, ഒരു ആഗോള ഇന്ത്യ വിരുദ്ധ മുന്നണിയോടാണ്. അവിടെ ചൈനയുണ്ട്, പാകിസ്ഥാനുണ്ട്, അവിടെ ബ്രിട്ടൻ ഉണ്ട്, അവിടെ ജർമ്മനി ഉണ്ട്, കാനഡ ഉണ്ട്, അമേരിക്ക ഉണ്ട്, ഓസ്ട്രേലിയ ഉണ്ട്, ഇനിയും പല രാജ്യങ്ങളുമുണ്ട്. അങ്ങനെയുള്ള ലോകത്തെ വൻശക്തി രാഷ്ട്രങ്ങളിൽ ജപ്പാൻ അല്ലെങ്കിൽ റഷ്യ ഒഴികെ ബാക്കി ഏതാണ്ട് എല്ലാ രാജ്യങ്ങളും അണിനിരന്നുകൊണ്ട് ഇന്ത്യയെ തകർക്കുക എന്നുള്ള ഗൂഢമായ ലക്ഷ്യം കൃത്യമായി ഇന്ത്യ മുന്നണിയെ ഏൽപ്പിച്ചിരുന്നു എന്നുള്ളതിന് ഇനി തെളിവുകളുടെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ചില കാര്യം, അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോ 4-5 രാഷ്ട്രങ്ങളാണ് അതിനെതിരെ പ്രതികരിച്ചത്. ജർമ്മനി മുതൽ കാനഡ വരെ പല രാജ്യങ്ങളും അതിനെതിരെ പ്രതികരിച്ചു. വളരെ ശക്തമായ ഭാഷയിൽ നമ്മൾ തിരിച്ചടിച്ചു. ഇത് ഞങ്ങളുടെ ആഭ്യന്തര കാര്യമാണ്, അതിൽ നിങ്ങൾ ഇടപെടണ്ട എന്ന് പറഞ്ഞപ്പോൾ അവർ മാപ്പ് പറഞ്ഞ് തലയുരേണ്ടി വന്നു. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, അന്താരാഷ്ട്ര വൻശക്തി രാഷ്ട്രങ്ങൾ മോദി ഗവൺമെന്റിനെതിരെ അണിനിരന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നുപോയത്. അതിൽ ഏറ്റവും വലിയൊരു തെളിവാണ് കർഷക പ്രക്ഷോഭം. കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു, അകത്തിട്ടു. 24 മണിക്കൂറിനകം കർഷക പ്രക്ഷോഭം വിഡ്രോ ചെയ്ത് അവരെവിടെ പോയെന്നറിയില്ല. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ബന്ധം? വളരെ വ്യക്തമാണ്, അതൊക്കെ പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. ഏതായാലും ഭാരതവും ഭാരത വിരുദ്ധരും തമ്മിൽ ആഗോളതലത്തിൽ നടത്തിയ ഒരു വലിയ ഏറ്റുമുട്ടലാണ് ഇത്തവണത്തെ പാർലമെന്റ് ഇലക്ഷൻ എന്ന് നിസ്സംശയം പറയാം. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യമുള്ള രാജ്യം, ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പ് നടക്കുന്ന രാജ്യം, ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്ന രാജ്യം, അങ്ങനെ ലോക റെക്കോർഡുകളുടെ ഒരു വലിയ പെരുമഴയാണ് നമ്മൾ ഈ നടന്നുപോയ ഇലക്ഷനിൽ കാണേണ്ടത്. പക്ഷെ ഇത് ഈ അർത്ഥത്തിൽ ആരും ചർച്ച ചെയ്യുന്നില്ല, ആരും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ദയനീയമായ ഒരു അവസ്ഥ. പക്ഷേ അതെന്തു തന്നെ ആയിക്കോട്ടെ, വരാൻ പോകുന്ന റിസൾട്ട് BJP അതിശക്തമായി അധികാരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ പിന്നെ കോൺഗ്രസ് ഉൾപ്പെടെ എന്ന് ഞാൻ കരുതുകയാണ്, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളിൽ ചിന്തയുണ്ടാകും എങ്ങനെയാണ് BJPയോടൊപ്പം നിൽക്കുക. ഇന്ന് പ്രതിപക്ഷത്ത് എന്ന് പറയുന്ന പല പാർട്ടികളും BJPയിലേക്ക് വരും. അതിൽ ഒന്നാമത് വരുന്നത് ശിവസേനയായിരിക്കും. പ്രതിപക്ഷത്ത് നിൽക്കുന്ന ശിവസേന ഭരണപക്ഷത്തെ ശിവസേനയോട് ചേരുകയോ അല്ലെങ്കിൽ BJPയോട് ചേരുകയോ ഒക്കെ ഉണ്ടാവും. അതുപോലെ ഇന്ത്യ മുന്നണിയിലെ ഏതാണ്ട് പകുതിയിലധികം ഘടകകക്ഷികൾ NDAയോട് ചേരും, BJPയോട് ചേരാൻ തയ്യാറാവും. പിന്നെ BJPയോട് ചേരണ്ട എന്ന് BJP തീരുമാനിക്കുന്ന പാർട്ടികൾ മാത്രമായിരിക്കും മറുപക്ഷത്ത് അവശേഷിക്കുക. ഇത് ജനാധിപത്യത്തിലെ ഒരു വലിയ ശുദ്ധീകരണമായിരിക്കും. അതിനുശേഷം നടപ്പാകാൻ പോകുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഏക സിവിൽ കോഡ് നടപ്പാക്കുക തന്നെ ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ അടുത്ത പാർലമെന്റ് തെരഞ്ഞെടുപ്പില് നമുക്ക് ഉണ്ടാകുന്ന പാർലമെന്റ് സീറ്റുകളുടെ എണ്ണം 850-നടുത്തായിരിക്കും. അതും നമുക്ക് ഈ അടുത്ത 5 വർഷത്തിനകം പ്രതീക്ഷിക്കാം. അതായത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ, കാശ്മീർ എന്ന് പറയുമ്പോൾ പാക് ഒക്കുപ്പൈഡ് കാശ്മീർ വരെ ഉൾപ്പെടുന്ന പ്രദേശങ്ങളെ പുതിയ ലോക്സഭാ മണ്ഡലങ്ങളായി വേർതിരിച്ചുകൊണ്ട് ജനസംഖ്യാനുപാതികമായി സെൻസസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ പുതിയ ലോക്സഭ നിലവിൽ വരും, രാജ്യസഭ നിലവിൽ വരും, അസംബ്ലി മണ്ഡലങ്ങൾ അടക്കമുള്ള അതിർത്തി നിർണയങ്ങൾ ഇന്ത്യ എമ്പാടും നടക്കും. അതായത് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് പാർട്ടി അവർക്ക് എല്ലാ കാലത്തും ജയിക്കാവുന്നത് പോലെ വേർതിരിച്ചു വെച്ചിരുന്ന മണ്ഡലങ്ങൾ അതിർത്തി നിശ്ചയിച്ചിരുന്നതിനെല്ലാം ശാസ്ത്രീയമായി ജനസംഖ്യാനുപാതികമായി ആസേതു ഹിമാചലം പുനഃസംഘടിപ്പിക്കുമ്പോൾ ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രം തന്നെ മാറും. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പാർട്ടികൾ BJPയോടൊപ്പം ചേരുന്ന ഒരു വലിയ റാലി ആയിരിക്കും ഈ ഇലക്ഷന് ശേഷം നടക്കാൻ പോകുന്നത്. അപ്പോൾ സംശുദ്ധമായ ഒരു ഭരണം 10 വർഷക്കാലം ഏതെങ്കിലും ഒരു രാജ്യത്ത് തുടർച്ചയായി നടന്നിട്ടുണ്ട്, ഒരു പൈസയുടെ പോലും അഴിമതിയില്ലാതെ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ലോകത്തെ 224 രാജ്യങ്ങൾ പരിശോധിച്ചാൽ അത് ഭാരതം മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ്. അപ്പൊ 10 വർഷക്കാലം ലോകത്തെ ഏറ്റവും വലിയ രാജ്യത്തെ ഒരു പൈസയുടെ അഴിമതിയില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഭരണകൂടം, ആ ഭരണകൂടത്തിന്റെ നേതാവ് ലോക നേതാവായി അംഗീകരിക്കപ്പെടുന്ന ഈ അവസരത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയ രംഗത്ത് ശുദ്ധീകരണം ഉണ്ടാകും. അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി 2030 കൂടി നടപ്പിൽ വരും. എല്ലാ രംഗത്തും ഈ ഒരു വലിയ മാറ്റം വരും. ഈ മാറ്റത്തിന് എതിരായിട്ട് നിൽക്കുന്ന ശക്തികളെ തുറന്നു കാണിക്കുകയും ചെയ്യും. അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലേക്ക് അയച്ചതിന്റെ പിന്നിൽ
അരവിന്ദ് കെജ്രിവാൾ അല്ല യഥാർത്ഥത്തിലുള്ള അന്താരാഷ്ട്ര ആഗോള ഭാരത വിരുദ്ധ ശക്തികൾ തുറന്നു കാണിക്കപ്പെടുന്ന ഒരു വിചാരണയായിരിക്കും കോടതിയിൽ നടക്കാൻ പോകുന്നത്. കോടതിയിൽ വരുമ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് അരവിന്ദ് കെജ്രിവാൾ ആയിരിക്കും, രാജ്യങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ ഭാരതവും ഭാരത വിരുദ്ധരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലിന്റെ കാലഘട്ടം ആഗോളതലത്തിലും ഇന്ത്യയിലും നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ഒരു പരിവർത്തനമാണ് ഇന്ത്യയിൽ സംഭവിക്കാൻ പോകുന്നത്. സാറേ ഇവിടെ വേറെ ടീച്ചർ ജയസൂര്യൻ സാറിന് നമുക്ക് അരമണിക്കൂറേ ഉള്ളൂ. അപ്പൊ സാറിന്റെ ടീച്ചറുടെ ഒരു ചോദ്യം വരട്ടെ. ഒരു കണ്ണടയ്ക്കു വേണ്ടി മാത്രം ലക്ഷങ്ങൾ ഖജനാവിൽ നിന്ന് എഴുതിയെടുക്കുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ള ഭരണകർത്താക്കൾ. ഒന്ന്. രണ്ട്, അഞ്ചക്ക സംഖ്യ കൂട്ടി വായിക്കാൻ അറിയാത്ത ആളുകളാണ് വിദ്യാഭ്യാസത്തിന്റെ തലപ്പത്തിരിക്കുന്നത്. അവർക്ക് ചികിത്സയ്ക്കു വേണ്ടിയോ സ്വന്തം സ്വകാര്യ ആവശ്യങ്ങൾക്കു വേണ്ടിയോ ഒരു നാണയത്തുട്ട് പോലും പൊതു ഖജനാവിൽ നിന്ന് എടുക്കാത്ത നരേന്ദ്രമോദി എന്ന ഭരണകർത്താവിനെ അംഗീകരിക്കാൻ സാധിക്കില്ല. പക്ഷെ ഇതുവരെ ഉണ്ടായ ഈ രാജ്യത്തിന്റെ ഭരണ നേട്ടങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ലല്ലോ സാർ. ഇപ്പോ മൂന്നാമത് ഒരിക്കൽ കൂടി നരേന്ദ്രമോദി വന്നാൽ നമ്മുടെ നാടിന് എന്തെങ്കിലും തരത്തിൽ മാറ്റം ഉണ്ടാകുമോ ജനങ്ങൾക്ക്, അവരുടെ കാഴ്ചപ്പാടുകൾക്ക്? തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. കേരളത്തില് ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റം വളരെ പെട്ടെന്ന് സംഭവിക്കും. അതായത് കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം, ഇവിടുത്തെ കേരളത്തിലെ ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിൽ പോലും ഒരു കമ്മ്യൂണിസ്റ്റ് മനസ്സോടുകൂടി ചിന്തിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിൽ ഇപ്പോൾ ജീവിക്കുന്നത്. അതിൽ പാർട്ടി വ്യത്യാസമോ ജാതിമത വ്യത്യാസമോ ഒന്നുമില്ല. എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് മനസ്സാണ്. അതായത് സംരംഭകൻ, പണം മുടക്കുന്നവൻ, ബിസിനസ് ചെയ്യുന്നവൻ, വ്യവസായം, കൃഷി ഇതൊക്കെ ചെയ്യുന്നവൻ ബൂർഷ്വായാണ്, അവനെ കൊല്ലണം. പ്രത്യയശാസ്ത്രം അങ്ങനെയാണല്ലോ പറയുന്നത്. ഉന്മൂലനം എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞ പച്ച മലയാളത്തിൽ കൊല്ലണം എന്ന് തന്നെയാണ്. അങ്ങനെ കൊന്നു തീർത്തിട്ട് അവന്റെ സ്വത്ത് പിടിച്ചെടുക്കണം, എന്നിട്ട് അത് പാർട്ടി ഭരിക്കണം. ഇതാണല്ലോ കമ്മ്യൂണിസം. അതിന്റെ ആ ഒരു പ്രഭാവം മങ്ങാൻ പോവുകയാണ്. കാരണം ഇപ്പൊ ശമ്പളം മുടങ്ങുന്നു, പെൻഷൻ മുടങ്ങുന്നു, ഗ്രാറ്റുവിറ്റി മുടങ്ങുന്നു, ബോണസ് മുടങ്ങുന്നു, DA TA മുടങ്ങുന്നു എന്ന് മാത്രമല്ല PF പോലും കൊടുക്കാൻ പറ്റുന്നില്ല. അതിന് പുതിയ ഒരു പരമാനന്ദ പദ്ധതി ഏതാണ്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പിണറായി വിജയന്റെ പരമാനന്ദം ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ദുരന്തമായി മാറിക്കഴിഞ്ഞു എന്നുള്ളത് അവർക്ക് മനസ്സിലാകുമ്പോൾ എല്ലാ കാലത്തും കമ്മ്യൂണിസത്തെ താങ്ങി നിർത്തിയിരുന്ന ട്രേഡ് യൂണിയനിസം ആദ്യമായി കമ്മ്യൂണിസത്തിനെതിരായിട്ട് തിരിയും. അപ്പോൾ ട്രേഡ് യൂണിയനുകൾ കമ്മ്യൂണിസത്തിനെതിരായിട്ട് തിരിയുന്നതോടെ അടിത്തറ മാന്തും. കാരണം അവരുടെ ശമ്പളവും പെൻഷനും കൊടുക്കുന്നില്ല എങ്കിൽ പിന്നെ അവരെന്തിനാ ഇതിനകത്ത് നിൽക്കുന്നത്? അപ്പോൾ അവർ തിരിച്ചടിക്കും. അവിടെ ഈ പതനം ആരംഭിക്കും. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കണ്ട അല്ലെങ്കിൽ കാണാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. അതായത് രണ്ട് ജനവിഭാഗങ്ങൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടുള്ള അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തോടുള്ള വിധേയത്വം അവസാനിപ്പിച്ച് BJPയിലേക്ക് വരികയാണ്. അതിൽ ഒന്നാമത്തെ ജനവിഭാഗം ക്രൈസ്തവരാണ്. അരുണാചൽ പ്രദേശിലെ റിസൾട്ട് വന്നപ്പോൾ നമ്മൾ കണ്ടു 60-ൽ 46 സീറ്റിലും BJP അവിടെ വിജയിച്ചു. മണിപ്പൂരിനോട് കേരളമല്ല അടുത്ത് കിടക്കുന്നത്, മണിപ്പൂരിനോട് അടുത്ത് കിടക്കുന്നത് അരുണാചൽ പ്രദേശാണ്. അരുണാചൽ പ്രദേശിലെ ആകെ ജനസംഖ്യയില് 78% പേര് ക്രിസ്ത്യാനികളാണ്. 78% ക്രിസ്ത്യാനികളുള്ള അരുണാചൽ പ്രദേശിൽ മഹാഭൂരിപക്ഷത്തോടെ, മൃഗീയ ഭൂരിപക്ഷത്തോടെ 10 സീറ്റിൽ എതിരില്ലാതെ BJP വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ മണിപ്പൂരിന്റെ പൊള്ളത്തരം അവിടെ തന്നെ വ്യക്തമാണ്. പക്ഷെ കേരളത്തിലെ ക്രൈസ്തവർക്ക് അത് നേരത്തെ അറിയാം. അതുകൊണ്ട് കേരളത്തിലെ ക്രൈസ്തവ വിഭാഗം BJPക്ക് അനുകൂലമായി ഒഴുകി തുടങ്ങിയിട്ടുണ്ട്. അത് ഇത്തവണത്തെ റിസൾട്ടിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഈ നഷ്ടം സംഭവിക്കുന്ന പ്രധാനമായിട്ടും UDFനാണെങ്കിൽ LDFന്റെ ഭാഗത്തു നിന്ന് മാർക്സിസ്റ്റ് പാർട്ടിയെയും CPIയെയും ഒക്കെ ഈ കാലം അത്രയും താങ്ങി നിർന്ന അടിത്തറയായിട്ട് നിന്നുകൊണ്ട് കൊല്ലാനും കൊല ചെയ്യപ്പെടാനും നിന്നുകൊടുത്ത ഒരു വലിയ ജനവിഭാഗമാണ് ഈഴവ സമുദായം. ആ ഈഴവ സമുദായത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്ത് നിന്ന് BJP പക്ഷത്തേക്ക് മാറുന്ന റിസൾട്ട് ആയിരിക്കും നാളെ പ്രഖ്യാപിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ രണ്ട് അടിസ്ഥാന ജനവിഭാഗം കേരളത്തില് UDFൽ നിന്നും LDFൽ നിന്നും മാറി BJP പക്ഷത്തേക്ക് വരുന്ന കാഴ്ച നാളെ രാവിലെ 8 മണി മുതൽ വൈകിട്ട് 4 മണി വരെ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും. അതോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മാറും. ഇടതുപക്ഷം ഇപ്പോഴും അഹങ്കരിക്കുന്നത് ഈഴവരങ്ങ് പോയാൽ പോട്ടെ, ഞങ്ങളുടെ കൂടെ മുസ്ലിങ്ങളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കും, അതായത് മുസ്ലിമിനെ മുഖ്യമന്ത്രിയാക്കി ഉയർത്തി കാണിച്ചുകൊണ്ടായിരിക്കും തീർച്ചയായിട്ടും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ CPM മുന്നോട്ട് വരുന്നത്. പക്ഷെ അത് അവർ കാണിക്കുന്ന ആനമണ്ടത്തരമായിരിക്കും.
അതോടുകൂടി അവരുടെ കൂടെ നിൽക്കുന്ന ഈഴവ സമൂഹം അപ്പാടെ CPM-ൽ നിന്ന് ഒഴുകിപ്പോവുകയും BJP-യിൽ ചേരുകയും ചെയ്യുമ്പോൾ അത് BJP മെമ്പർഷിപ്പ് എടുത്ത് BJP-യുടെ ഭാരവാഹിത്വമാകും എന്നല്ല ഞാൻ പറയുന്നത്. വോട്ടിന്റെ കാര്യത്തിൽ അവര് മറിച്ച് വോട്ട് ചെയ്യേണ്ട ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത്. അതുകൊണ്ട് ഏതോ ഒരു രാഷ്ട്രീയ പണ്ഡിതൻ പറഞ്ഞു, കേരളത്തിൽ BJP ഇത്തവണ പാർലമെന്റിൽ ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJP ആയിരിക്കും നിർണായക ശക്തി. ഞാൻ ഈ പറഞ്ഞ വസ്തുതകളെ ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ കേരളത്തിൽ BJP-യോട് ചേർന്ന് നിന്ന് ക്രൈസ്തവ സമൂഹവും ഈഴവ സമൂഹവും കാര്യങ്ങൾ കാടുന്നു, നേടിയെടുക്കുന്നു, ഭരണത്തിന്റെ ഭാഗമായി തീരുന്നു എന്ന് പറയുമ്പോൾ NSS അടക്കമുള്ള, വിശ്വകർമ്മ സഭയടക്കമുള്ള, ധീവര സഭയടക്കമുള്ള, അതുപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വനവാസി വിഭാഗങ്ങൾ എല്ലാവരും തന്നെ BJP-യിലേക്ക് വരും. അപ്പോൾ ഒരു ഹിന്ദു കൺസോളിഡേഷനോടൊപ്പം തന്നെ ബുദ്ധിപരമായി ഇവിടുത്തെ ക്രിസ്ത്യൻ വിഭാഗവും കൂടെ വരും. ഇത് വിമോചന സമരകാലത്ത് കേരളത്തിൽ നടന്നതാണ്. ആ വിമോചന സമരത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം വീണ്ടും ഇവിടെ ആവർത്തിക്കാൻ പോവുകയാണ്. ഹൈന്ദവ ക്രൈസ്തവ ഐക്യം വരാൻ പോവുകയാണ്. ഇങ്ങനെ വരുമ്പോൾ മുസ്ലിം ലീഗ് രണ്ടായിട്ട് പിളരും. കാരണം അധികാരം ഇല്ലാതെ മുസ്ലിം ലീഗിന് നിലനിൽപ്പില്ല. വെള്ളമില്ലാതെ മീനിന് നിലനിൽക്കാൻ പറ്റില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് അധികാരമില്ലാതെ മുസ്ലിം ലീഗിന് പറ്റില്ല. അപ്പൊ മുസ്ലിം ലീഗിലെ വിദ്യാഭ്യാസമുള്ളവരും ദീർഘവീക്ഷണമുള്ളവരുമായ ആൾക്കാർ ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് BJP-യോടൊപ്പം നിൽക്കുന്നതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ ഒരു വിഭാഗം മുസ്ലിം ലീഗ് പിളർന്നുകൊണ്ട് BJP-യോടൊപ്പം ചേരും. അപ്പൊ മുസ്ലിം ലീഗ് നെടുകെ പിളരുകയും തീവ്രവാദ ഇസ്ലാമിക രാഷ്ട്രീയ ശക്തികളെ അതിശക്തമായിട്ട് അടിച്ചമർത്തുകയും ചെയ്യുന്നതോടുകൂടി കാശ്മീർ എങ്ങനെയാണോ സമാധാനമായത് അതുപോലെ കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രവും വളരെ സമാധാനപൂർണമായി തീരും. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് അടുത്ത നിയമസഭാ ഇലക്ഷനോടുകൂടി കേരളത്തിൽ രണ്ട് മുന്നണിയാകും. ഞാൻ വളരെ കൃത്യമായിട്ട് പ്രവചനത്തോടു കൂടി തന്നെ പറയാൻ എനിക്ക് ആത്മവിശ്വാസമുണ്ട്. അടുത്ത നിയമസഭാ ഇലക്ഷൻ, അടുത്ത പഞ്ചായത്ത് ഇലക്ഷൻ അല്ല, അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ഇവിടെ LDF-ഉം UDF-ഉം ഒരൊറ്റ മുന്നണിയായിരിക്കും. അന്ന് അതിന്റെ പേര് ഇന്ത്യ മുന്നണിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്കറിയില്ല. പക്ഷെ CPM-ഉം കോൺഗ്രസും ഒരൊറ്റ മുന്നണിയായിട്ട് മാറും. മറുവശത്ത് NDA വരും. ആ NDA-യിലേക്ക് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് വരും. മുസ്ലിം ലീഗ് പിളർന്നു നിൽക്കുന്ന ഒരു വിഭാഗം തീർച്ചയായിട്ടും വരും. RSP പോലെയുള്ള അല്ലെങ്കിൽ ജനതാദൾ പോലെയുള്ള പാർട്ടികൾ വരും. NCP വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് BJP നേതൃത്വം കൊടുക്കുന്ന ഒരു മുന്നണിയും കോൺഗ്രസും CPM-ഉം നേതൃത്വം കൊടുക്കുന്ന മറ്റൊരു മുന്നണിയും തമ്മിൽ നേർക്ക് നേർക്കുള്ള ഏറ്റുമുട്ടലിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJP മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരും. ഇതൊക്കെ ഇപ്പൊ പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ ചിരിക്കുമായിരിക്കും. സാരമില്ല, അവരെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. ത്രിപുര, പശ്ചിമ ബംഗാൾ, ആ ചിരി അവിടെ നിൽക്കും. അപ്പോൾ ഇതാണ് കേരള രാഷ്ട്രീയ രംഗത്ത് വരാൻ പോകുന്ന അതിനിർണായകമായിട്ടുള്ള മാറ്റം. അത് അടുത്ത നിയമസഭാ ഇലക്ഷനോട് കൂടി പൂർത്തിയാകും. അടുത്ത നിയമസഭാ ഇലക്ഷനിൽ BJP കേരളം ഭരിക്കും. സാർ, എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പൊ നമ്മൾക്കറിയാം ഏതിലും എന്തിലും മതം കലർത്തുന്ന രീതിയിലേക്ക് നമ്മുടെ രാഷ്ട്രീയക്കാർ അതല്ലെങ്കിൽ നമ്മുടെ ഈ നാട് പോയിട്ടുണ്ട്, പ്രത്യേകിച്ച് കേരളം. കാരണം ഉത്തർപ്രദേശ് എടുത്താലും മറ്റു ഗുജറാത്ത് ഒക്കെ എടുത്തു നോക്കിയാൽ ഇത്രയ്ക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് കരയുന്ന ആളുകൾ, അതല്ലെങ്കിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വര്യന്റെ അദ്ദേഹത്തിന്റെ ആ ഒരു വർഗീയത എന്നൊക്കെ കരയുന്ന ആളുകൾ, എന്നാൽ അവിടങ്ങളിൽ ഡയറക്റ്റ് ജീവിക്കുന്ന ആളുകളൊക്കെ വെളിപ്പെടുത്താറുണ്ട് അവിടെ യോഗി ആദിത്യനാഥ് ആയാലും ഇപ്പൊ ഗുജറാത്തിലെ നരേന്ദ്രമോദി ആയാലും അവരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് മുസ്ലിങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്. ഇതിപ്പോൾ നമുക്കറിയാം, ഇപ്പോ ഇവിടെ ഒരുപാട് ഫലം വരുന്നതിന് മുൻപ് തന്നെ എക്സിറ്റ് ഫലങ്ങളൊക്കെ ഇവിടെ നിറഞ്ഞിങ്ങനെ ഒഴുകുകയാണ്. ഇവിടെ നരേന്ദ്രമോദിജി പുറത്തായി എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രചാരണം നടക്കുന്നത്. അതുപോലെ എല്ലാത്തിലും മതം കലർത്തുന്ന അതിന് ഉത്തരവാദി BJP ആണ്, RSS ആണ്, അതല്ലെങ്കിൽ NDA-യുടെ ഘടകകക്ഷികളാണ് എന്ന രീതിയിൽ അതിന്റെ ആ ഒരു ഭാരം കൂടി നമ്മുടെ തലയിലേക്ക്, അതല്ലെങ്കിൽ ദേശീയ രാഷ്ട്രീയക്കാരുടെ തലയിലേക്ക് ചാർത്തുന്ന ഒരു സിസ്റ്റം ഇവിടെ ഇരിപ്പുണ്ട്. എങ്ങനെയാണ് സാർ, ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് BJP ഈ മതവർഗീയത പടർത്തിക്കൊണ്ടാണോ ഇവരൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ രീതിയിലാണോ ഇവിടെ ഭരണം പിടിക്കുന്നത്? മറ്റൊന്നാണ്, ഇനി നാളെ മുതൽ പഴി കേൾക്കാൻ പോകുന്ന ഒരു EVM മെഷീനാണ്. ഈ EVM മെഷീൻ കൊണ്ടുവന്നത് BJP ആണോ? ഹാക്ക് ചെയ്ത് ജയിച്ചു എന്നൊക്കെ ആരോപണം നേരിടാൻ പോകുന്ന ഒരു സാധനം, പാവം പിടിച്ച മെഷീൻ. എങ്ങനെയാണ് സാർ ഈ രണ്ട് സാധനങ്ങളെ കൂടി സാർ ഒന്ന് വിലയിരുത്തിയാണെങ്കിൽ? അതായത് ഉത്തരേന്ത്യയിൽ നമുക്ക് പോകുമ്പോൾ കാണാൻ കഴിയും, ക്രൈസ്തവ സമൂഹത്തിന് ഭൂരിപക്ഷമുള്ള 5 സംസ്ഥാനങ്ങൾ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളിലുണ്ട്. ആ മുഴുവൻ സംസ്ഥാനങ്ങളും BJP-യോ BJP-യുടെ സഖ്യകക്ഷികളോ ആണ് ഭരിക്കുന്നത്. ക്രൈസ്തവ സമൂഹത്തിന് നിർണായക സ്വാധീനമുള്ള ഗോവ തെക്കേ ഇന്ത്യയിലുണ്ട്. 3 തവണ തുടർച്ചയായിട്ട് അവിടെ BJP ആണ് ഭരിക്കുന്നത്. അതേപോലെ തന്നെ ബീഹാറിലും ഉത്തർപ്രദേശിലും ഗുജറാത്തിലുമായിട്ട് 16 അസംബ്ലി മണ്ഡലങ്ങൾ
മുസ്ലിമിന് 60% മുതൽ 74% വരെ ഭൂരിപക്ഷമുള്ള മണ്ഡലങ്ങളുണ്ട്. ഈ 16 മണ്ഡലങ്ങൾ BJPയുടെ ഹിന്ദു സ്ഥാനാർത്ഥികൾ താമര ചിഹ്നത്തിലാണ് ജയിച്ചത്. അപ്പോൾ അവിടെ ഞാൻ യാത്ര ചെയ്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ ഒരു സ്ഥലത്ത്, ഒരു ഗ്രാമത്തിൽ, ബീഹാറിൽ പോയി. അവിടെ പോയിട്ട് അവിടുത്തെ ഒരു കോളനിയിൽ എനിക്ക് സന്ദർശനം നടത്തുമെന്ന് പറഞ്ഞു. ഇവരെന്നെ കൊണ്ടുപോയി. അതൊരു മുസ്ലിം കോളനിയാണ്. ആ മുസ്ലിം കോളനി നിൽക്കുന്ന പ്രദേശത്ത് ജയിച്ചത് ഒരു BJPയുടെ താമര ചിഹ്നത്തിലുള്ള ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അവിടെ ഞാൻ അവരോട് ചോദിച്ച ചോദ്യം ഇതാണ്: 64% മുസ്ലിങ്ങളുള്ള ഈ അസംബ്ലി മണ്ഡലത്തിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരു മുസ്ലിമിനെ ജയിപ്പിക്കാതെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ, അതും BJPയുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിച്ചത് എന്ന് ചോദിച്ചു. അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നോട് പറഞ്ഞ മറുപടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നനയിക്കുന്ന മറുപടിയാണ്. അദ്ദേഹം പറഞ്ഞ ഇതാണ്: ഇവിടെ 66 കൊല്ലം കോൺഗ്രസും ജനതാദളും ഒക്കെ ഞങ്ങളെ ഭരിച്ചു. പക്ഷെ ഈ 66 കൊല്ലം ഭരിക്കുമ്പോൾ ഞങ്ങൾ മുസ്ലിങ്ങൾ ഈ കോളനിയിൽ താമസിക്കായിരുന്നു. പക്ഷേ ഈ കോളനിയിൽ റോഡില്ല. എവിടെയാണോ റോഡ് വന്ന് അവസാനിക്കുന്നത്, പിന്നെ നടപ്പ് വഴി ആരംഭിക്കുന്നത്, അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി. എവിടെയാണോ വൈദ്യുതി ലൈൻ വന്ന് അവസാനിക്കുന്നത്, ഇലക്ട്രിക് ലൈൻ എവിടെയാണോ ഇല്ലാതാകുന്നത്, അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി. എവിടെയാണോ വാട്ടർ ടാപ്പ് അവസാനത്തെ ടാപ്പ് ഇടുന്നത്, അതിനപ്പുറത്തേക്ക് വാട്ടർ ലൈൻ ഇല്ല, അവിടെയാണ് മുസ്ലിങ്ങളുടെ കോളനി. അപ്പോൾ ഞങ്ങൾ 400 വീടുണ്ട്. ഈ 400 വീടിന് ഒരു പൊതു കക്കൂസാണുള്ളത്. ആ പൊതു കക്കൂസിന് വാട്ടർ കണക്ഷൻ ഇല്ല, വൈദ്യുതി കണക്ഷൻ ഇല്ല. അത് ഞങ്ങൾ അങ്ങനെ ഉപയോഗിക്കും. ഇതായിരുന്നു ഇവിടുത്തെ അവസ്ഥ. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ വളരെ വേദനാജനകമായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞു: നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവിടെ ഈ ബീഹാറിൽ ഏറ്റവും കൂടുതൽ പേര് പാമ്പ് കടിയേറ്റ് മരിക്കുന്നത് മുസ്ലിം സ്ത്രീകളാണ്. അതുകൊണ്ട് മുസ്ലിങ്ങളോട് എന്താ പാമ്പിന് ഇത്ര വിരോധം? അതല്ല ഇവിടുത്തെ പ്രശ്നം. ഞങ്ങളുടെ വീട്ടിൽ വെളിച്ചമില്ല, ഞങ്ങൾക്ക് കുടിവെള്ളമില്ല, ഞങ്ങൾക്ക് റോഡില്ല, ഞങ്ങൾക്ക് കക്കൂസില്ല, പൊതു ശൗചാലയ സംവിധാനങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സ്ത്രീകൾ രാവിലെ നേരം പുലരുന്നതിന് മുൻപ് അവര് അടുത്തുള്ള കുറ്റിക്കാടുകളിലേക്ക് പോകേണ്ടി വരും. വൈകുന്നേരം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞ് പിന്നെയാണ് പോകുന്നത്. അപ്പോൾ ഈ 2 സമയത്തും പോകുമ്പോൾ ഇവരുടെ കയ്യിൽ വെളിച്ചമില്ല. വെളിച്ചമില്ലാത്ത ഈ സാഹചര്യത്തിൽ പോകാതിരിക്കാനും വയ്യ. കാരണം പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനാണ്, പോകാതിരിക്കാൻ വയ്യ. ആ സമയത്താണ് പാമ്പ് കടി ഏൽക്കുന്നത്. പാമ്പ് കടി ഏറ്റാൽ ഇവരെ കൊണ്ടുപോകാൻ വാഹനം വരത്തില്ല. കാരണം റോഡില്ല. ഇവരെ ചുമന്നുകൊണ്ട് വരണമെങ്കിൽ വൈദ്യുതിയില്ല, വെളിച്ചമില്ല. വല്ല വിധേനയും ഇവരെ തലച്ചുമടായിട്ട് കൊണ്ടുപോയി വാഹനം വിളിച്ചു വരുത്തി ആശുപത്രിയിൽ എത്തുമ്പോൾ അവിടെ മരുന്നില്ല, മരുന്നുണ്ടെങ്കിൽ ഡോക്ടർ ഇല്ല. അങ്ങനെയാണ് ഈ മരണസംഖ്യ ഇത്രയും ഉയർന്നത്. ആ സമയത്താണ് BJP ഇവിടെ അധികാരത്തിൽ വന്നത്. BJP അധികാരത്തിൽ വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടുമുറ്റങ്ങളിലേക്ക് റോഡ് വന്നു, ഞങ്ങളുടെ എല്ലാ വീടുകളിലും വൈദ്യുതി വന്നു, ഞങ്ങൾക്ക് എല്ലാവർക്കും കുടിവെള്ളം സൗജന്യമായിട്ട് വന്നു, എല്ലാ വീട്ടിലും ഞങ്ങൾക്ക് ശൗചാലയം ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾക്കിതെല്ലാം അനുഭവിക്കാൻ കഴിഞ്ഞത് BJP അധികാരത്തിൽ വന്നപ്പോൾ മാത്രമാണ്. ഞങ്ങളുടെ പേരിൽ, ന്യൂനപക്ഷങ്ങളുടെ പേരിൽ വലിയ വായിൽ വർത്തമാനം പറഞ്ഞവരൊക്കെ ഭരിച്ചിരുന്ന 66 വർഷക്കാലം ഞങ്ങൾ പാമ്പ് കടിയേറ്റ് മരിച്ചു. അതുപോലെ ശ്വാസകോശ രോഗം മൂലം ചുമച്ച് മരിച്ചു. നരേന്ദ്രമോദി വന്നപ്പോൾ ഞങ്ങൾക്ക് ഗ്യാസ് സിലിണ്ടർ വന്നു, കണക്ഷൻ വന്നു. ഓർക്കണം, റോഡ് സൗജന്യം, വെള്ളം സൗജന്യം, വൈദ്യുതി സൗജന്യം, ശൗചാലയം സൗജന്യം, ഈ ഗ്യാസും സൗജന്യം. ഇത്രയും ഒക്കെ തന്ന മോദി നമുക്ക് കിസാൻ സമ്മാൻ നിധി തന്നു, അതുപോലെ മുദ്രാ ലോൺ തന്നു, കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ തന്നു, നിരവധിയായ കാര്യങ്ങൾ. ഇന്ന് ഞങ്ങൾ പട്ടിണി കിടക്കുന്നില്ല. 35 കിലോ അരി മാസാമാസം ഞങ്ങളുടെ വീട്ടിലെത്തുന്നുണ്ട്, ഒരു പൈസ മുടക്കുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത്? ആ വോട്ട് ചെയ്യുന്നയാള്, ഞങ്ങൾക്കിതൊക്കെ തന്നയാള് BJP ആണോ ഹിന്ദു ആണോ എന്ന് ഞങ്ങൾ നോക്കിയില്ല. ഞങ്ങളുടെ സൗകര്യങ്ങൾ ചെയ്തു തന്ന ആ താമരയ്ക്ക് ഞങ്ങൾ വോട്ട് ചെയ്തു. ഞാൻ ഈ പറഞ്ഞത് ഒരു സാമ്പിളാണ്. കേരളത്തിന് പുറത്തുള്ള എല്ലാ പ്രദേശങ്ങളിലും ഈ വികാരമാണ് ഇന്ന് ഭരിക്കുന്നത്. അത് ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിം ആണെങ്കിലും സിഖ് ആണെങ്കിലും ആരാണെങ്കിലും. കേരളത്തിനുള്ളിലും ഈ വസ്തുതകളുണ്ട്, ഇല്ല എന്ന് നമ്മൾ പറയേണ്ട കാര്യമില്ല. മലപ്പുറം ജില്ലയില് ഞാൻ ഒരു ദിവസം മലപ്പുറം ടൗണില് 40 വീടുകൾ സന്ദർശിച്ചപ്പോ അവരും പറഞ്ഞു, അവിടുത്തെ ഓരോ വ്യക്തികളും പറഞ്ഞു, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി ഞങ്ങളുടെ വീട്ടിലേക്ക് ഇത്ര ലക്ഷം രൂപയുടെ ആനുകൂല്യം വന്നിട്ടുണ്ട്, ഇത്ര 10,000 രൂപയുടെ ആനുകൂല്യം വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് മോദിയെ മറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. വൈകുന്നേരത്തെ പൊതുയോഗങ്ങളിലും പ്രകടനത്തിലും ഒക്കെ ഞാൻ പങ്കെടുത്തപ്പോ പണ്ടത്തെ മലപ്പുറം അല്ല ഇന്ന്. കാരണം ഈ മുസ്ലിങ്ങളുടെ വലിയ കേന്ദ്രമായിട്ടുള്ള ആ ജില്ലയിൽ പോലും വിദ്യാഭ്യാസമുള്ള പുതിയ തലമുറ ഇന്ന് BJPയോടൊപ്പം നിൽക്കാൻ ധൈര്യം കാണിക്കുന്നു, ശബ്ദമുയർത്തുന്നു. അവിടുത്തെ പെൺകുട്ടികൾ അനുകൂലമായി. ഇതൊക്കെ ഞാൻ നേരിട്ട് കാണുകയാണ്. അതുകൊണ്ട് ജാതി പറഞ്ഞ് മതം പറഞ്ഞിട്ടുള്ള വിഭാഗീയത കമ്മ്യൂണിസ്റ്റുകാരനും കോൺഗ്രസ്സുകാരനും മാത്രമാണ് ഈ രാജ്യത്ത് പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഈ
പാവപ്പെട്ടവന്റെയും പിന്നോക്കക്കാരന്റെയും കഥ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരന്റെ 100 വർഷത്തെ ചരിത്രം എടുത്താൽ 26 തവണ അവർക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയതിൽ 2 തവണയാണ് പിന്നോക്കക്കാരനെ മുഖ്യമന്ത്രിയാക്കിയത്, പിണറായി വിജയനും അച്യുതാനന്ദനും മാത്രം. ബാക്കി 24 തവണയും സവർണ മേധാവികൾ, ബ്രാഹ്മണന്മാർ, നായന്മാർ, നായനാർമാർ ഇവർ മാത്രമാണ് മുഖ്യമന്ത്രിയായത്. കേരളത്തിലാണെങ്കിലും ബംഗാളിലാണെങ്കിലും ത്രിപുരയിലാണെങ്കിലും. 100 വർഷത്തിലധികം വരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ പരമാധികാര സഭയെടുത്താൽ 98% പേര് ബ്രാഹ്മണരും ബ്രാഹ്മണ മേധാവികളും മാത്രമായിരുന്നു. 2 തവണ കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടി. 2 കേന്ദ്രമന്ത്രി സ്ഥാനവും CPI കൊടുത്തത് ബ്രാഹ്മണനാണ്. 1 തവണ CPM-ന് കേന്ദ്രത്തിലെ പാർലമെന്റിലെ സ്പീക്കർ സ്ഥാനം കിട്ടി, അത് കൊടുത്തതും ബ്രാഹ്മണനാണ്. അപ്പോൾ ബ്രാഹ്മണ മേധാവിത്വത്തെ 100 കൊല്ലക്കാലം അരക്കിട്ടുറപ്പിക്കുകയും ഇവിടുത്തെ പട്ടികജാതി, ആദിവാസി, പിന്നോക്ക, OBC-കാരന്റെ പേരിൽ മുദ്രാവാക്യം വിളിക്കുകയും അവനെയും അവന്റെ മക്കളെയും കൊല്ലാൻ അയക്കുകയും ചാകാൻ അയക്കുകയും ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സവർണ തമ്പുരാക്കന്മാരൊക്കെ അമേരിക്കയിലും യൂറോപ്പിലും മക്കളെ വിട്ട് പഠിപ്പിച്ച് അവരൊക്കെ കോടാനുകോടി രൂപ സമ്പാദിച്ച് സുഖിക്കുകയായിരുന്നു പാവങ്ങളുടെ പേരിൽ. ഇതിന്ന് പാവങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് ജാതി പറഞ്ഞാലും മതം പറഞ്ഞാലും കമ്മ്യൂണിസം പറഞ്ഞാലും ഇന്ന് ചിലവാകാൻ പോകുന്നില്ല. അത്ര വലിയൊരു മാറ്റമാണ് കേരളത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം ബൈജു ചോദിച്ചത് ഏതായിരുന്നു? വോട്ടിംഗ് മെഷീന്റെ ശാപം പിടിച്ച മെഷീൻ പാവം. അല്ല, വോട്ടിംഗ് മെഷീന്റെ കാര്യത്തിൽ സുപ്രീം കോടതി ഇവരെ ചെവിക്ക് പിടിച്ച് പുറത്താക്കിയതല്ലേ? മേലാൽ ഈ കാര്യം പറഞ്ഞുകൊണ്ട് കോടതി വരാതെ കയറിപ്പോരുതെന്ന് പറഞ്ഞതല്ലേ? അതായത് വോട്ടിംഗ് മെഷീനെ സംബന്ധിച്ച് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വരും, തുറന്ന് പരിശോധിക്കാം, നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി തരാമെന്ന് പറഞ്ഞപ്പോ ഒരു മറുപടിയില്ല, ഒരു കുറ്റവും പറയാനില്ല. അവസാനം കേജ്രിവാൾ അയാളുടെ കുബുത്തിയിൽ ഒരു കാര്യം പറഞ്ഞു, ഈ ഒരു മെഷീൻ ഞങ്ങൾക്ക് തന്നു വരണം, ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് നാളെ കൊണ്ടുവരാം. കോടതി പറഞ്ഞു അത് മനസ്സിലായി, വീട്ടിൽ കൊണ്ടുപോയി ഇതിന്റെ മാനിപ്പുലേഷൻ നടത്തിയിട്ട് നാളെ കൊണ്ടുവരുന്ന പരിപാടി വേണ്ട, ഇവിടെ വെച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ ചെയ്തോളാൻ പറഞ്ഞു. കേജ്രിവാളിനും പാർട്ടിക്കും ഒന്നും പറയാനില്ലായിരുന്നു. അതുകൊണ്ട് വോട്ടിംഗ് മെഷീന്റെ കാര്യം പറഞ്ഞാൽ ഇനി വിജയിക്കില്ല. ഇവിടെ കർണാടകത്തിൽ കോൺഗ്രസ് വിജയിച്ചപ്പോ, തെലങ്കാനയിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ, ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് വിജയിച്ചപ്പോ, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ, ബംഗാളിൽ ആം ആദ്മി പാർട്ടി വിജയിച്ചപ്പോൾ അവിടെയൊന്നും വോട്ടിംഗ് മെഷീൻ ഒരു കുഴപ്പമില്ലല്ലോ. ഉണ്ടെങ്കിൽ അവിടെ പറയണ്ടേ, അവിടെയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇവര് തോക്കുമ്പോൾ മാത്രമാണ് വോട്ടിംഗ് മെഷീൻ പ്രതിയാകുന്നതെങ്കിൽ സുപ്രീം കോടതി വരെ ഇവർ പോയി നാണം കെട്ട് തോറ്റതാണ്. അതുകൊണ്ട് ഇനി ഒരിടത്തും പോകാൻ പറ്റുന്നില്ല. സുപ്രീം കോടതിയിലും പോകാൻ പറ്റില്ല, ഇലക്ഷൻ കമ്മീഷന് മുമ്പിലും പോകാൻ പറ്റില്ല. ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞതാണ്. പിന്നെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം വോട്ടിംഗ് മെഷീൻ ചതിച്ചു എന്നൊക്കെ പറയാം. അത് ജനങ്ങൾക്ക് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അതല്ല, ഇപ്പോഴേ എക്സിറ്റ് പോളിന്റെ ഫലങ്ങള്, അതിന്റെ തുടർ നീക്കങ്ങളും ഒക്കെ ചർച്ച ചെയ്യാൻ വേണ്ടി BJP കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കളൊക്കെ ഡൽഹിയിൽ യോഗം ചേർന്ന വാർത്ത നമ്മൾ കണ്ടു. ഈ എക്സിറ്റ് പോളുകളെ ഒക്കെ ഇതിങ്ങനെ കാണുമ്പോഴേക്ക് തന്നെ എന്തിനായിരിക്കും ഈ രാഹുൽ ഗാന്ധി ഇത്തരം വെകിളി പിടിച്ചിട്ട് ഓരോരോ തീരുമാനങ്ങൾ പറയുന്നത് ഓർത്തു പോകുക. അതായത് ഇപ്പോ സാറ് തുടങ്ങി വെച്ചിടത്ത് തന്നെ നമുക്ക് വന്ന് നിൽക്കാം. എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകും, മുസ്ലിം വോട്ട് നമുക്ക് അനുകൂലമായിരിക്കും എന്ന ചിന്താഗതിയായിരുന്നു ഇടതനെയും വലതനെയും നയിച്ചിരുന്നത്. അതിലൊരു സത്യവുമുണ്ട്. കാരണം എല്ലാ കാലത്തും ഇവർ അധികാരത്തിൽ കയറിയത് അവരെ താങ്ങിയാണ്, അവരധികാരത്തിൽ കയറിയത് ഇവരെ താങ്ങിയാണ്. എന്തായാലും സാറ് പറഞ്ഞല്ലോ, ഇനിയും ഈ ജാതിയും മതവും പറഞ്ഞിട്ടുള്ള ഈ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഒരു രീതി ഇനിയും കേരളത്തിൽ സാധ്യമല്ലെന്ന് പറഞ്ഞല്ലോ. ചോദ്യം ഇതാണ്, സാർ ഇപ്പൊ പറഞ്ഞു അവിടെ പൊതു ശൗചാലയങ്ങള്, അവർക്ക് വേണ്ടുന്ന വെള്ളം, വെളിച്ചം, വഴി ഇതെല്ലാം കിട്ടി. സാർ ഇത്തരം ആനുകൂല്യങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ കേരളത്തിനും നൽകുന്നില്ലേ? നൽകുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അത് ജനഹൃദയങ്ങളിലേക്ക് എത്താതെ പോകുന്നത്? ഇപ്പൊ മുദ്രാ ലോണിന്റെ കാര്യം സാർ പറഞ്ഞു, നമ്മുടെ വീടുകളിലേക്ക് ലക്ഷങ്ങൾ എത്തുന്നുണ്ട്, 10,000 എത്തുന്നുണ്ട്. ഇതൊക്കെ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. എന്തുകൊണ്ടാണ് ഇതൊന്നും കേരളത്തിൽ കച്ചവടമാകാത്തത്? അത് ടീച്ചർ ചോദിച്ചത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. ആ ചോദ്യത്തിന് 2 കാരണങ്ങളാണ് മറുപടി. ഒന്നാമത്തെ കാരണം, ഇവിടുത്തെ മീഡിയ ഈ കാര്യങ്ങൾ പൊതിഞ്ഞു വെക്കുന്നു, മറച്ചു വെക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടുത്തെ രാഷ്ട്രീയക്കാര് UDF, LDF ഇത് ഞങ്ങളുടെ നേട്ടമാണ് എന്ന് പറഞ്ഞ് ഫ്ലെക്സ് ബോർഡ് വെക്കുന്നു. എന്നാൽ ഇതിന് മറുപടി കൊടുക്കാൻ ഇവിടെ BJP ഉണ്ട്, NDA ഉണ്ട്. പക്ഷെ BJPയോ NDAയോ, ഞാനിപ്പോ ഒരു BJP-കാരനാണെങ്കിൽ പോലും ഞാൻ തുറന്നു പറയുകയാണ്, BJPയും NDAയും അടക്കമുള്ള ആൾക്കാരുടെ പ്രവർത്തകര് ഇത് പഠിച്ച് ജനങ്ങളിൽ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ പറയുക. ഞാൻ ഈ വിഷയങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന്റെ കാര്യങ്ങൾ അറിയാം.
ഞാൻ ഈ ക്ലാസ്സുകൾ എടുത്താലും, ഞാൻ ഇപ്പോൾ ചാനലുകളിൽ സംസാരിച്ചാലും അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ലൈവ് ഇട്ടാലും അതൊക്കെ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ മുഴുവൻ ജനങ്ങളിലേക്ക് എത്തുന്നില്ല. അതുകൊണ്ട് മുഴുവൻ ജനങ്ങളിലേക്ക് ഇത് എത്തണമെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഒന്ന്, BJP NDA പ്രവർത്തകർ ഈ വിഷയം പഠിച്ച് വീടാന്തരം ഇത് എത്തിക്കണം. അത് എത്തിച്ചാൽ വലിയ മാറ്റം ഉണ്ടാവും. നേരിട്ട് ഞാൻ കണ്ടതാണ്, അനുഭവിച്ചതാണ്. രണ്ട്, ഇവിടുത്തെ മാധ്യമങ്ങൾ എന്ന് പറയുന്ന പത്രങ്ങളാണെങ്കിലും ചാനലുകളാണെങ്കിലും യൂട്യൂബ് ചാനലുകളാണെങ്കിലും സത്യമായിട്ട് പറയാൻ തയ്യാറാവണം. ഇത് കേന്ദ്രത്തിൻ്റെതാണ് എന്ന് 100% അറിയാമെങ്കിലും അല്ല അത് പിണറായി വിജയൻ തന്നതാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി തന്നതാണ് എന്ന് പറയുന്ന ആ അസത്യ പ്രചരണം അവസാനിപ്പിക്കണം. അപ്പോൾ ഒരു വലിയ അജണ്ട കേരളത്തിൽ നടക്കുകയാണ്. മാധ്യമങ്ങളും അതുപോലെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ ബുദ്ധിജീവികളും സാംസ്കാരികം എന്നൊക്കെ പറയുന്ന എല്ലാ ആൾക്കാരും ഒരുമിച്ച് നിന്നുകൊണ്ട് കേന്ദ്ര പദ്ധതികളെ മൂടി വെക്കുമ്പോൾ അത് തുറന്നു കാണിക്കാനുള്ള ആർജവം BJPയും BJPയുടെ മുന്നണിയും അതിന്റെ പ്രവർത്തകരും തയ്യാറാകാത്തതാണ്. ഈ രണ്ട് കാരണങ്ങളാണ് കേരളത്തിൽ ഇന്നും ഈ വസ്തുതകൾ ജനങ്ങളിൽ എത്താതിരിക്കാൻ കാരണം. വേറൊരു വിഷയമുണ്ട് സാറ് പറഞ്ഞില്ലേ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ച്. ഈ ഏക സിവിൽ കോഡും പൗരത്വ ഭേദഗതി നിയമവും ഇത് രണ്ടും ലോക ചരിത്രത്തിൽ ഇതേവരെ കേരളത്തിൽ വളച്ചൊടിക്കപ്പെട്ടതുപോലെ എങ്ങും വളച്ചൊടിക്കപ്പെട്ടിട്ടില്ല. ശരിക്കു പറഞ്ഞാൽ ഇതിനെ സംബന്ധിച്ച് ഒരു കൺവിൻസിങ്, ഒരു ബോധവൽക്കരണം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ബാധ്യതപ്പെട്ട ആളുകളായിരുന്നു BJP പ്രവർത്തകർ. അവരുടെ ഭാഗത്ത് നിന്നും അതുണ്ടായില്ല. അതിനെക്കുറിച്ച് സാറിന് എന്താ പറയാറുള്ളത്? ഇവിടെ ബോധവൽക്കരണത്തിന്റെ ആവശ്യമില്ല. കാരണം CAA എന്താണെന്ന് ഇവിടെ എല്ലാവർക്കും നല്ല ഭംഗിയായിട്ട് അറിയാം. കേരളത്തിൽ CAA പ്രകാരം 300 പേർക്ക് പൗരത്വം കൊടുത്തു കഴിഞ്ഞു. ഇന്ത്യയിലെമ്പാടുമായിട്ട് ആയിരക്കണക്കിന് പേർക്ക് കൊടുത്തു കഴിഞ്ഞു. CAA ഇവിടെ നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ പ്രഖ്യാപിക്കുമ്പോഴും ഇവിടെ CAA പൗരത്വം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തെ ബോധവൽക്കരിക്കേണ്ട ആവശ്യമില്ല. കേരള ഉറക്കം നടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അത് CAA ആണെങ്കിലും കോമൺ സിവിൽ കോഡ് ആണെങ്കിലും. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വ്യക്തിപരമായി ഇപ്പം ഞാൻ ചാനൽ ചർച്ചകളിലൊക്കെ പോയിരിക്കുന്ന ആളാണല്ലോ. ചർച്ചകൾക്ക് മുമ്പും ചർച്ചകൾക്ക് ശേഷവും കാപ്പി കുടിച്ച് ഞങ്ങള് ചർച്ച ചെയ്യുന്ന സമയത്ത് എല്ലാ കക്ഷികളിൽ നിന്നും വരുന്ന ആൾക്കാരും അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകര്, നിഷ്പക്ഷര് എന്നൊക്കെ വേഷം കെട്ടി വരുന്ന വേറെ ആൾക്കാരും ഇവരൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്. സത്യമാകട്ടോ, സംഗതിയൊക്കെ ശരിയാണ് കേട്ടോ, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്, പക്ഷെ ഞങ്ങൾക്കത് പറയത്തില്ലല്ലോ, നിങ്ങൾക്കേ പറയത്തുള്ളൂ എന്ന് പറയുന്ന അവസ്ഥയാണ്. കേരളം മുഴുവൻ ഈ വസ്തുതകൾ അറിയാം. അപ്പോൾ കേരളത്തിന് ഇത് അറിഞ്ഞുകൂടാത്തത് കൊണ്ടല്ല, പിന്നെയോ ഇവരുടെ തടവിൽ കിടക്കുകയാണ്. UDFന്റെയും LDFന്റെയും തടവിൽ കിടക്കുന്നവർക്ക് ഇത് പുറത്തു പറയാൻ വയ്യില്ല. അതുകൊണ്ടാണ് ആ നിർഭയം, ആ ഭയമാണ് ഈ കേരളം ഇന്ന് ഈ കാപട്യം കാണിക്കുന്നത്. അല്ലാതെ ഒരിക്കലും ഇത് പറഞ്ഞു പഠിപ്പിക്കാത്തത് കൊണ്ടല്ല, പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യവുമില്ല. കാരണം ഇത് വളരെ ഓപ്പൺ ആണ്, ആർക്കും സ്വന്തം മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വായിച്ചാൽ മനസ്സിലാകുന്ന കാര്യവും. അതല്ല സാറേ, ഇവിടെ ഇപ്പൊ ഞാനൊരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വക്താവാണ്, ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്. മുത്തലാഖ് എന്താണ് എന്ന് എനിക്കറിയാം. ബഹുഭാര്യത്വത്തിന്റെ ഒരു കോൺസിക്വൻസസ് എന്താണെന്ന് എനിക്കറിയാം. എന്റെ കുട്ടിയുടെ പേരന്റിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അനാഥമാക്കപ്പെടുന്നത് ആരാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെ പോലെ എല്ലാ മുസ്ലിം സ്ത്രീകൾക്കും ഇത് അറിയണമെന്ന് നിർബന്ധമില്ല. ഇന്ന് ഞാനും ബൈജുവും വേറൊരു ആളും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ പൗരത്വ ഭേദഗതി നിയമത്തിന്റെ വിഷയമാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഇത് BJPയുടെ തന്ത്രമാണ്. അതുപോലെ മുത്തലാഖ് വിഷയം, ഈ മുസ്ലിം പുരുഷന്മാരെയൊക്കെ ജയിലിലാക്കാനുള്ള BJP സർക്കാരിന്റെ തന്ത്രമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഒരു കൺവിൻസിങ് ആവശ്യമാണ്. നമുക്കറിയാം സാറേ, ഒരു പ്രമാദമായ മുദ്രാവാക്യം ഒരു 9 വയസ്സുകാരനെ മുൻനിർത്തി പോപ്പുലർ ഫ്രണ്ടുകാരൻ വിളിപ്പിച്ച മുദ്രാവാക്യം. അതിനകത്ത് ഞങ്ങൾ പാകിസ്ഥാനിലും പോകില്ല, ഞങ്ങൾ ബംഗ്ലാദേശിലും പോകില്ല, പോകുവാണെങ്കിൽ ഞങ്ങൾ 6 അടി മണ്ണിലേ പോകൂ, ബാബരിയിലും സുജൂദ് ചെയ്യും, ഗ്യാൻവാപ്പിയിലും സുജൂദ് ചെയ്യും, മര്യാദയ്ക്ക് ജീവിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ജീവിക്കാം. ആ 9-കാരനായ കുട്ടിയാണ്. അപ്പൊ ആ കുട്ടി ഏത് രൂപത്തിലാണ് ആ കുട്ടിയുടെ ബ്രെയിൻ ഫോം ചെയ്തിരിക്കുന്നത് നോക്കണം. മദ്രസകളിലൂടെ, വെള്ളിയാഴ്ച ദിവസത്തിലെ ജുമുഅ ഖുതുബകളിലൂടെ, മറ്റു ഖുർആൻ ക്ലാസ്സുകളിലൂടെയൊക്കെ ഞങ്ങളുടെ കമ്മ്യൂണിറ്റി കൺവിൻസ് ചെയ്യപ്പെടുന്നത് നമ്മളെ ഈ രാജ്യത്ത് നിന്നും പുറത്താക്കാനുള്ള BJP സർക്കാരിന്റെ തന്ത്രമാണ് എന്നാണ്. ഒരു പരിധി വരെ ഇവിടെ പരാജയപ്പെട്ടു പോകുന്നത് BJP നേതൃത്വമാണ്. അവര് വേണ്ടുന്ന രൂപത്തിൽ സർക്കാർ പദ്ധതികളെ കുറിച്ചും ഈ നിയമ സംവിധാനങ്ങളെ കുറിച്ചും ജനങ്ങളിൽ ബോധവൽക്കരണം നടത്തുന്നില്ല. ഇതാണ് സാറേ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
ഓക്കെ, ഞാനത് നേരത്തെ പറഞ്ഞല്ലോ. BJP ഈ കാര്യം കൃത്യമായും ജനങ്ങളിൽ എത്തിക്കണം എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഞാൻ ഒരു പോയിന്റ് കൂടെ പറയുകയാണ്. എന്റെ സമയം അതിക്രമിച്ചെങ്കിലും ഒരു പോയിന്റ് കൂടെ പറഞ്ഞു ഞാൻ നിർത്താം. കേരളത്തിന്റെ എത്രയോ മടങ്ങ് ശക്തമായ ഭീകരവാദം നടന്ന സ്ഥലമാണ് കാശ്മീർ. ഇപ്പൊ കാശ്മീരില് ബോംബെറിഞ്ഞവരും തോക്കെടുത്തവരും ഒക്കെ അതൊക്കെ നിർത്തിയിട്ട് മാന്യമായിട്ട് ജോലി ചെയ്ത് മനോഹരമായിട്ട് ജീവിക്കുന്നുണ്ട്. കാരണം എന്താണ്? താടിയുള്ള അപ്പനെ പേടിയുണ്ടായി, അത്രേ ഉള്ളൂ. ഇവിടെ പശ്ചാത്തലം വേറെയാണ്. ഇവിടെ സംരക്ഷിക്കാൻ UDF ഉണ്ട്, LDF ഉണ്ട്. നാളെ ഈ UDF ഉം LDF ഉം ഇല്ല എന്നും അവർക്ക് ഇതിനുള്ള കരുത്തില്ല എന്നും ബോധ്യമാകുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടാണ് നാളെ വരാൻ പോകുന്നത്. BJPയുടെ സ്ഥാനാർത്ഥികൾ ജയിക്കുന്നത് 1 ആണെങ്കിലും 2 ആണെങ്കിലും 4 ആണെങ്കിലും 6 ആണെങ്കിലും അത് ഒരേ എഫക്റ്റ് ആയിരിക്കും. കാരണം BJP ഇവിടെ ചുവട് പിടിച്ചു. ഈ രണ്ടുപേരും ശക്തമായി എതിർത്തിട്ടും BJP ഇവിടെ ചുവട് പിടിച്ചു എന്ന് കണ്ടാൽ കാശ്മീർ ഇവിടെ ആവർത്തിക്കുമെന്ന് അവർക്ക് മനസ്സിലാവും. ഈ നിലപാട് പ്രചരിപ്പിക്കുന്ന ആൾക്കാര് ഇതിനേക്കാൾ 100 മടങ്ങ് ശക്തിയിലാണ് കാശ്മീരിൽ പ്രചരിപ്പിച്ചത്. കാശ്മീരിലെ മദ്രസകളും കാശ്മീരിലെ പള്ളികളും കേരളത്തിനേക്കാൾ 100 മടങ്ങ് ശക്തിയിൽ ഈ ആശയങ്ങൾ പ്രചരിപ്പിച്ചു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ശക്തമായ ഒരു കേന്ദ്ര ഭരണകൂടം അവിടെ ഇടപെട്ട് കഴിഞ്ഞപ്പോൾ തീർന്നു. അത് തന്നെയായിരിക്കും ഇവിടെ വരാൻ പോകുന്നത്. അങ്ങനെ ഇവിടുത്തെ LDF ഉം UDF ഉം ഞങ്ങളെ സംരക്ഷിക്കാനില്ല, അവർ നോക്കിയാൽ ഞങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല എന്ന് ഭീകരവാദികൾക്ക് മനസ്സിലാകുന്ന ദിവസം ഇവിടുത്തെ മദ്രസകളൊക്കെ മര്യാദയ്ക്ക് സംസാരിക്കാറാകും. ഇവിടുത്തെ പള്ളിയിലെ പ്രഭാഷണങ്ങൾ വളരെ മര്യാദയാകും, ദേശസ്നേഹപരമാകും, വേണമെങ്കിൽ വന്ദേമാതരവും കൂടെ ചൊല്ലിക്കേൽപ്പിക്കും. അപ്പൊ ആ രീതിയിലുള്ള ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടാകും. വളരെ പെട്ടെന്നായിരിക്കും മാറുന്നത്. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം ഈ ചർച്ചയിൽ പങ്കെടുത്തതിൽ. സമയം വൈകിയത് കൊണ്ട് ഞാൻ ഒന്ന് ഇറങ്ങുകയാണ്. ചർച്ച ഭംഗിയായിട്ട് മുന്നോട്ട് പോകും. സാർ എന്തായാലും ഇത്രയും വിലപ്പെട്ട വിവരങ്ങൾ ഈ കുറഞ്ഞ സമയത്ത് സാർ അരമണിക്കൂറാണ് തന്നത്. മറ്റൊരു ചാനലിൽ ചർച്ചയുണ്ടെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ചെറിയാതെ വയ്യയിൽ ഇത്രയും വിവരം പാസ് ചെയ്തതിൽ വളരെ നന്ദിയുണ്ട് സാർ. സാർ ലീവ് ചെയ്തോളൂ. നന്ദി, സന്തോഷം. നന്ദി. യെസ് ടീച്ചർ, നമുക്കറിയാം ഈ മണ്ഡലങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മണ്ഡലം തന്നെയാണ് വയനാട് മണ്ഡലം എന്നുള്ളത്. ഈ വയനാട് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥികളെല്ലാം നമുക്കറിയാം. ഒന്ന് BJPയുടെ പക്ഷത്തു നിന്നാണെങ്കിൽ K സുരേന്ദ്രനാണ്. CPIMന്റെ അല്ലെങ്കിൽ ഇടതുപക്ഷത്തു നിന്നാണെങ്കിൽ CPI സ്ഥാനാർത്ഥിയായിട്ടുള്ള ആനി രാജയാണ്. ഇനി UDFന്റെ പക്ഷത്തു നിന്നാണെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി, അതല്ലെങ്കിൽ ട്രോളുകാരൊക്കെ വിളിക്കുന്ന രാഹുൽ ഗണ്ഡിയാണ്. അത്തരത്തിൽ അമേഠിയിൽ നിന്ന് സ്മൃതി എന്ന് പറയുന്ന ഒരു പുലിക്കുട്ടിക്ക് മുമ്പിൽ മുട്ടുപറച്ചുകൊണ്ട് വയനാടൻ മലകൾ താണ്ടി ചുരം കയറി വന്ന് ഇനിയിപ്പോൾ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, ഇപ്പൊ ഇവിടെ നമ്മൾ ജയസുരൻ സാർ നമ്മോട് സംസാരിക്കുന്നത് കേട്ടോ, മുസ്ലിങ്ങളുടെ ആ ഒരു ഇവിടെ ഏറ്റവും കൂടുതൽ വർഗീയത വളർത്തുന്നത്, അതല്ലെങ്കിൽ ഈ ജാതി മത ചിന്തകൾ വേർതിരിവ് കൊണ്ടുവന്നുകൊണ്ട് ഇവിടെ രാഷ്ട്രീയത്തിൽ മത്സരിക്കുന്നത് BJP ആണ് എന്നൊരു പ്രചാരണം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വയനാട് മണ്ഡലത്തിൽ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന കേരളത്തിലെ പ്രബല രാഷ്ട്രീയ കക്ഷിക്ക് അവരുടെ ആ പച്ചക്കൊടി, ആ പച്ച ചെങ്കൊടി പൊക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം എല്ലാവർക്കും അറിയാം പാകിസ്ഥാൻ പതാകയോട് സാമ്യമുള്ള, അതല്ലെങ്കിൽ എക്കാലവും ഇവിടുത്തെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എങ്ങനെയാണ് രൂപീകൃതമായത്, അന്ന് രൂപീകൃതമായ മുസ്ലിം ലീഗ് എന്തുകൊണ്ട് പിരിച്ചുവിടപ്പെട്ടില്ല, ഇന്നും അതേ ഫോമിൽ നിൽക്കുന്നു. ഈ പറയുന്ന പാകിസ്ഥാൻ എന്ന് പറയുന്ന ഭാരതത്തിന്റെ എക്കാലത്തെയും ക്യാൻസർ ആയിട്ടുള്ള ശത്രു രാജ്യമായിട്ടുള്ള ആ രാജ്യത്തെ ലീഗും ഈ ലീഗും ഒന്നാണ് എന്നുള്ള ബോധ്യമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് ആ പതാക ഇവിടെ പൊക്കിക്കളയരുത്. കാരണം ഈ കേരളത്തിൽ നിന്ന് ഏറി വന്നാൽ 20 സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് കിട്ടുക. കഴിഞ്ഞ തവണ നമ്മൾ കണ്ടു ശബരിമല വിഷയവും അതുപോലെ ഒരുപാട് വിഷയങ്ങൾ അനുകൂലമായിട്ടിരുന്ന ഈ അന്തരീക്ഷത്തിൽ കൃത്യമായിട്ടും അതിന്റെ വിളവെടുത്തത് കോൺഗ്രസ് ആണ് എന്നുള്ളത് നമ്മൾ കണ്ടത്. അതുകൊണ്ട് തന്നെ കനൽ ഒരു തരിയായി 19-1 എന്ന രീതിയിൽ UDF സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറിയത് നമ്മൾ കണ്ടു. അത്തരത്തിൽ 20 കിട്ടിയാൽ പോലും അവർക്ക് അവിടെ ഭരിക്കാൻ ഉതകുന്ന രീതിയിലേക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് സീറ്റുകൾ കിട്ടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഈ 20-നേക്കാൾ വലുത് നമ്മൾക്ക് അപ്പുറത്തുള്ള 400-ന് മുകളിലുള്ള 500-ന് മുകളിലുള്ള സീറ്റുകൾ തന്നെയാണ് എന്ന ബോധ്യമുള്ളത് കൊണ്ട് മുസ്ലിം ലീഗിന്റെ പതാക പോലും കൊടി പോലും പൊക്കാൻ അനുവദിച്ചില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സത്യത്തിൽ മതവും ഈ രാഷ്ട്രീയത്തോടൊപ്പം തന്നെ മതം കലർത്തുക, ആ മതത്തിനനുസരിച്ച് ചേരുവകൾ ചേർക്കുക എന്നുള്ളത് കേരളത്തിന്റെ വയനാട്ടിൽ നമ്മൾ കണ്ടു. മാത്രമല്ല മറ്റൊരു സ്ഥാനാർത്ഥിയെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ആലത്തൂർ എന്ന് പറയുന്ന മണ്ഡലത്തിൽ അവിടെ എല്ലാം പാട്ടുപാടി കഴിഞ്ഞ തവണ ജയിച്ച രമ്യ ഹരിദാസിന്റെ മണ്ഡലമാണ്. ഈ രമ്യ ഹരിദാസിനെതിരെ മത്സരിക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. സരസു എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്, ഒരു പ്രൊഫസറായിരുന്നു. അവർ റിട്ടയർ ചെയ്തു, കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്നു. ആ കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്ന സമയത്ത് അവർ റിട്ടയർമെന്റ് സമയത്ത് അവർക്ക് അവരുടെ SFI എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഗവർണർ വിളിച്ച ബ്ലഡി ക്രിമിനൽസ് എന്ന് വിളിക്കപ്പെട്ട ആ പേരുദോഷമുള്ള, അതല്ലെങ്കിൽ വൈത്തിരിയിൽ
സിദ്ധാർത്ഥ് എന്ന് പറയുന്ന ഒരു പയ്യനെ അതിനിഷ്ഠൂരമായി ചവിട്ടിയും കുത്തിയും ഒഴിച്ച് ഒരിറ്റ് വെള്ളം പോലും കൊടുക്കാതെ 2-3 ദിവസം പീഡിപ്പിച്ചു കൊന്ന ആ ബ്ലഡി ക്രിമിനൽ എന്ന് ഗവർണർ വിളിച്ചിട്ടുള്ള ആ സംഘടനക്കാർ ചെയ്തത് ശവകുടീരം ഒരുക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഒരു പ്രൊഫസറെ, തങ്ങളുടെ അധ്യാപികയെ അവിടുന്ന് യാത്രയാക്കിയത് എന്നുള്ളതാണ്. അതുപോലെ ഓരോ മണ്ഡലങ്ങളും എടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും എത്രത്തോളമാണ് BJPക്ക് വേരോട്ടം ഉണ്ടോ എന്നുള്ളതിനേക്കാൾ ഉപരി BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയെ പുണർന്നുകൊണ്ട് തന്നെ ഇന്ന് എത്രത്തോളം കേരളവും മുന്നോട്ട് പോയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ ആദ്യം വന്നത് BJPക്ക് ഒരു സീറ്റ് പോലും കിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം മുതൽ 1 മുതൽ 3 സീറ്റ് ഇവിടെ പ്രവചിക്കപ്പെടുന്നുണ്ട്. അതിൽ തിരുവനന്തപുരവും തൃശ്ശൂരുമാണ് ഉയർന്നു കേൾക്കുന്നത്. മാത്രമല്ല ആലപ്പുഴയിലുള്ള നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ത്രീ ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിലുള്ള ആ ഒരു ശക്തി നമ്മൾക്ക് കാണിച്ചു തന്ന നവോത്ഥാനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീയുടെ ആ ഒരു ധൈര്യശാലിയുള്ള സ്ത്രീയുടെ ആ ഒരു കഴിവൊക്കെ നമ്മുടെ ആലപ്പുഴ മണ്ഡലത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തരെ നമ്മൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ടീച്ചറുടെ ആ ഒരു അഭിപ്രായം വരിക ഇവരെ ഓരോരുത്തരെയും നോക്കുകയാണെങ്കിൽ? ഇപ്പോ ഈ എക്സിറ്റ് പോളുകളൊക്കെ പുറത്തു വന്നു തുടങ്ങി. ഈ പറഞ്ഞതുപോലെ ആദ്യം BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്ന് പറഞ്ഞു. മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും 1 സീറ്റ്, 2 സീറ്റ്, 3 സീറ്റ്, ഏറ്റവും ഒടുവിൽ 4 സീറ്റുകൾ വരെ എത്തി. ഇത് കേട്ട ഉടനെ തന്നെ രാഹുൽ ഗാന്ധി പറഞ്ഞത് എക്സിറ്റ് പോളുകളല്ല, ഇത് മോദി പോളുകളാണ് എന്നാണ് രാഹുൽ ഗാന്ധി പരിഹസിച്ചത്. ഇന്ത്യ മുന്നണിക്ക് 295 സീറ്റുകൾ ലഭിക്കുമെന്നും രാഹുൽ പ്രതികരിച്ചു. ഇപ്പൊ അത് ഏതാണ്ട് നമുക്ക് ജയസൂര്യൻ സാർ പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ഇപ്പൊ എക്സിറ്റ് പോൾ ഫലം ഇങ്ങനെയേ വരൂ എന്ന് നേരത്തെ അറിയാമായിരുന്നു എന്നാണ് AICC ജനറൽ സെക്രട്ടറി ആയ KC വേണുഗോപാൽ പ്രതികരിച്ചത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, ചൊവ്വാഴ്ച ഇന്ത്യ സഖ്യത്തെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണില്ല എന്ന് അദ്ദേഹത്തിന്റെ ഈ ഒരു പ്രതികരണത്തിനെതിരെ BJP തിരിച്ചടിക്കുകയും ചെയ്തു. ഇപ്പൊ NDA 365, ഇന്ത്യ സഖ്യം 146, മറ്റുള്ളവർ 32, ഇതൊക്കെയാണ് എക്സിറ്റ് പോൾ ഫലങ്ങള് ഇപ്പോ ദേശീയ മാധ്യമങ്ങൾ ശരാശരി എന്ന രൂപത്തില് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏജൻസികളുടെ മേലെ BJP സമ്മർദ്ദം ചെലുത്തിയും ഭീഷണിപ്പെടുത്തിയും പുറത്തുവിട്ട കണക്കുകളാണിതെന്നാണ് ഇന്ത്യ സഖ്യം ഈ വിഷയത്തെ പ്രതിരോധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മാധ്യമങ്ങളും BJPയുടെ അണ്ടറിലാണ്. എല്ലാ ദേശീയ മാധ്യമങ്ങൾക്കും ശമ്പളം കൊടുക്കുന്നത് BJP ആണ്. വോട്ട് എണ്ണി കഴിയുമ്പോൾ 295 കൂടുതൽ സീറ്റുകൾ കിട്ടുമെന്ന് തന്നെയാണ് നേതാക്കൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. എക്സിറ്റ് പോൾ ഫലം വന്നതിന് പിന്നാലെ സ്ഥാനാർത്ഥികള്, അതുപോലെ PCC അധ്യക്ഷന്മാർ, പ്രതിപക്ഷ നേതാക്കള് ഇവരൊക്കെ ആയിട്ട് രാഹുൽ ഗാന്ധിയും അതുപോലെ മല്ലികാർജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ ആളുകളൊക്കെ വീഡിയോ കോൺഫറൻസിലൂടെ സംസാരിക്കുന്നു. ആത്മവിശ്വാസം കൈവിടരുതെന്നും അതുപോലെ സംസ്ഥാനങ്ങളിലെ സാഹചര്യമല്ല എക്സിറ്റ് പോളുകളിൽ പ്രതിഫലിച്ചിരിക്കുന്നത് എന്നുമാണ് നേതാക്കൾ സ്വയം സമാധാനിക്കുവാണ്. ഇപ്പോ ഈ എക്സിറ്റ് പോളിന്റെ ഫലം വന്നതോടെ BJPയുടെ ആത്മവിശ്വാസം ഇരട്ടിക്കുന്നതാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികൾ എന്നുള്ള നിലയിൽ നമുക്ക് മനസ്സിലാക്കുന്നത്. തെക്കേ ഇന്ത്യയിലായാലും കിഴക്ക് പടിഞ്ഞാറ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിലും എക്സിറ്റ് പോളുകളെ 100% ശരിവെക്കുന്ന ഫലം വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ എന്നാണ് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മനസ്സിലാക്കുന്നത്. ധ്യാനത്തിന് ശേഷം മടങ്ങിയെത്തിയ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു അവലോകനം നടക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലത്തെ ചോദ്യം ചെയ്യാനും വോട്ടിംഗ് മെഷീനെതിരായ പ്രചാരണത്തെ ചെറുക്കാനും ഒക്കെയുള്ള വഴികൾ ആലോചിക്കാൻ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവിന്റെ നേതൃത്വത്തിലും യോഗം നടക്കുന്നു. സമൂഹ മാധ്യമങ്ങളിൽ അടക്കം പ്രചാരണം നടത്തുമെന്ന് അവർ പ്രഖ്യാപിക്കുന്നു. ചൊവ്വാഴ്ചയോടെ ഇന്ത്യ സഖ്യ നേതാക്കളെ തപ്പി നടക്കേണ്ടി വരുമെന്നാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗിന്റെ പ്രതികരണം ഉണ്ടായത്. അതേസമയം ബംഗാളിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ എടുക്കുക. തൃണമൂൽ കോൺഗ്രസ് പരിഹസിച്ച വിഷയങ്ങൾ നമുക്കറിയാം. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രവചനം പങ്കുവച്ചിട്ടാണ് ഫലങ്ങളെ BJP അന്ന് ചോദ്യം ചെയ്തത്. തൃണമൂലിലെ കടത്തി വെട്ടിയിട്ടാണ് 150 സീറ്റുകൾ BJP നേടുമെന്നാണ് പ്രവചനങ്ങളെങ്കിൽ ഫലം വന്ന സമയത്ത് തൃണമൂൽ കോൺഗ്രസിന് 215, BJPക്ക് 77 സീറ്റുമാണ് കിട്ടിയത്. ബംഗാളിലെ ഫലങ്ങളിൽ സന്ദേശമുണ്ട് എന്ന് ആക്സിസ് മൈ ഇന്ത്യ മേധാവിയായ പ്രദീപ് ഗുപ്ത പറയുന്ന വീഡിയോയും നേതാക്കൾ പങ്കുവച്ചിട്ടുണ്ട്. ഇവർക്ക്
പിടിച്ചു നിൽക്കാൻ വേണ്ടി ഏതെങ്കിലും രൂപത്തിലുള്ള കച്ചിത്തുരുമ്പുകളെ ഇവർ പിടിച്ചെടുക്കുന്നു. ഇനി ഇവര് ജയിക്കുന്ന മേഖലകളിൽ ഒന്നും വോട്ടിംഗ് മെഷീൻ ഒരു പ്രശ്നവുമില്ല. BJP ജയിച്ചാൽ അവിടെയാണ് ഇവർക്ക് പ്രശ്നം. ഇനി കെ സുധാകരൻ പറഞ്ഞ ഒരു വാക്കും കൂടി കൂട്ടി യോജിപ്പിക്കണം. നാളെ BJP വരില്ല എന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല. ഇത്തവണ അക്കൗണ്ട് തുറക്കില്ല എന്ന് മാത്രമേ ഇവർ കണ്ടോ. ഇവരെ തുടങ്ങി വച്ച സമയത്തുണ്ടായിരുന്ന പ്രതികരണങ്ങളും നിലപാടുകളും പ്രസ്താവനകളുമല്ല ഇപ്പോ. ക്രമേണ ഇവരുടെ നിലപാടുകളിൽ മാറ്റം വരുവാണ്. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിൽ എല്ലാം ഉണ്ട്. അതായത് നാളെ തുറന്നേക്കാം, നാളെ കേരളം BJP പിടിക്കത്തില്ലെന്ന് എനിക്ക് പറയാൻ പറ്റില്ല, കാരണം അത്രയും അടുത്ത് എത്തിക്കഴിഞ്ഞു എന്നുള്ളതാ. ലോക്സഭാ തെരഞ്ഞെടുപ്പില് രാജ്യത്ത് ഇന്ത്യ മുന്നണി നേട്ടമുണ്ടാക്കും എന്നാണ് KPCC അധ്യക്ഷനായ കെ സുധാകരന്റെ നിലപാട്. എക്സിറ്റ് പോളുകൾ തെറ്റിയിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ല എന്നും ഇപ്പൊ പറയാം, പക്ഷെ നാളെ BJP വരത്തില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയണമെങ്കിൽ എന്തൊക്കെയോ ഉള്ളിലുള്ള പ്രതീക്ഷകൾ നശിച്ചിട്ടുണ്ട്. ഇത്തവണ കേരളത്തില് സീറ്റ് ഉണ്ടാകത്തില്ല എന്ന് സുധാകരൻ പറഞ്ഞതുകൊണ്ട് ഇല്ലാതാകില്ല. ഇന്ത്യ മുന്നണി ആത്മാവായിട്ട് വരുന്നതേ ഉള്ളെന്നാണ് അദ്ദേഹം പറയുന്നത്. എത്ര കിട്ടിയാലും നേട്ടമാണ്, ഇത്രയും മേൽക്കൈ ഉണ്ടാകുമെന്ന് കരുതിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അപ്പോ അവരും കേറത്തില്ല, പിന്നെ ആരാണ് കേറുന്നത്? ഇപ്പൊ കേരളത്തില് BJP 5ഓ 6ഓ സീറ്റ് നേടുമെന്ന് എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ കടത്തിവെട്ടുന്ന വിജയം നേടുമെന്നുള്ള രൂപത്തിലാണ് സുരേന്ദ്രൻ സംസാരിച്ചത്. ഇത് ഓരോരുത്തരുടെയും നിഗമനങ്ങളും നിലപാടുകളും മാത്രമാണ്. ഇപ്പൊ തന്നെ അദ്ദേഹം പറഞ്ഞല്ലോ, BJP അധികാരത്തിൽ വരുമോ ഇല്ലേ എന്നുള്ളത് രണ്ടാമത്. ആദ്യം BJP ഭരിക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്നുള്ള ചോദ്യത്തിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. രാജ്യത്തിന് മുൻതൂക്കം നൽകുന്നുണ്ടോ? നമ്മളെ രാജ്യത്തുള്ള ഓരോ പൗരനും സുരക്ഷ ഉറപ്പുവരുത്തുന്നുണ്ടോ? ഇത് പ്രധാനമായിട്ടും നോക്കേണ്ടതാ. ഇപ്പോ എന്തുകൊണ്ടാണ് ഒരു മുസ്ലിം നേതാവിനെ വിജയിപ്പിക്കാത്തത് എന്ന് മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖലയിൽ ചെന്ന് ചോദിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? അതായത് അവർക്ക് പറയാൻ ഒരുപാട് വസ്തുതകളുണ്ട്. ഞങ്ങളുടെ കൂടുതൽ സ്ത്രീകള് അവരുടെ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോകുമ്പോൾ അവർ പാമ്പ് കടിയേറ്റു മരിക്കുന്നു. ഇങ്ങനെ ഒരു സംസ്ഥാനം ഈ ഇന്ത്യക്കകത്തുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഇതിനു മുമ്പ്? നമുക്കറിയാമായിരുന്നു ഇതിനു മുമ്പ്? വെളിച്ചമില്ല, വഴിയില്ല, വെള്ളമില്ല, ശൗചാലയങ്ങളില്ല. പിന്നെ എന്താണ് ഒരു സർക്കാർ? അതല്ലെങ്കിൽ ഒരാളെ നമ്മൾ വിജയിപ്പിച്ച് വിടുന്നു, അവരെ നിയമസഭയിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അവര് മുഖ്യമന്ത്രിമാരാകുന്നു, അവര് മന്ത്രിമാരാകുന്നു, MLA-മാരാകുന്നു, MP-മാരാകുന്നു. ഏത് രൂപത്തിലായിരുന്നാലും ശരി, അവരെ നമ്മുടെ സമ്മതിദാന അവകാശം രേഖപ്പെടുത്തി വിജയിപ്പിച്ച് വിടുമ്പോൾ അവർ ആ നാടിനു വേണ്ടി എന്ത് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യചിഹ്നമാണ്. അപ്പൊ അവർക്ക് അതൊക്കെ ലഭിച്ചത് ഇവര് വോട്ട് ചെയ്യും എന്നുള്ള പ്രതീക്ഷയിലല്ല. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിന്റെ അരി വാങ്ങിച്ചു വെച്ചിട്ട്, കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാങ്ങി വെച്ചിട്ട്, അവരുടെ കാർഷിക സേവനങ്ങൾ വാങ്ങി വെച്ചിട്ട് നരേന്ദ്രമോദിയെ തലങ്ങും വിലങ്ങും തെറി പറയുന്ന ആളുകളെ എനിക്ക് നേരിട്ടറിയാം. എന്റെ ഫാമിലിയിൽ ഒരു സ്ത്രീ ഉണ്ട്, അവര് പറഞ്ഞതാണ്, മുത്തലാഖൊക്കെ നിർത്തലാക്കിയത് എന്ത് നന്നായി പോയി, അതല്ലെങ്കിൽ ഞാനൊക്കെ എന്തേ വീട്ടിലായി പോകുമായിരുന്നു. ഈ ഇലക്ഷൻ വന്നപ്പോ ആർക്കാ വോട്ട് ചെയ്തത്? ഞങ്ങൾ പാരമ്പര്യമായിട്ട് കോൺഗ്രസ് ആണ്. അപ്പൊ വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല, മറിച്ച് ആ ജനങ്ങൾക്ക്, ആ നാട്ടിലുള്ള ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഉറപ്പുവരുത്തണം. ഇനി ഒരാള് പാമ്പ് കടിയേറ്റു മരിക്കരുത്, കുട്ടികൾക്ക് മെച്ചപ്പെട്ട രൂപത്തിലുള്ള വിദ്യാഭ്യാസം കിട്ടണം, അവർക്ക് വെള്ളം ലഭിക്കണം, എല്ലാ രൂപത്തിലുമുള്ള സേവനങ്ങൾ ചെയ്തു കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് BJP നേതാക്കൾക്ക് ആ നാട്ടിൽ കാലുകുത്താൻ സാധിച്ചു. വോട്ട് ഞങ്ങൾക്ക് ചെയ്യണം എന്ന് പറയാൻ കഴിഞ്ഞു. അപ്പൊ ഇത് നിങ്ങൾക്ക് ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടാൽ ഇത് ചെയ്തു തരാമെന്ന് പറയുന്നതും ഇത് ചെയ്തിട്ട് വോട്ട് ചോദിക്കുന്നതും രണ്ടും രണ്ടാണ്. ഇതാണ് നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ കൂടി മനസ്സിലാക്കേണ്ടത്. ഇപ്പോ നമുക്കറിയാം, മറുനാടൻ ഷാജന്റെ വിഷയം വന്ന സമയത്ത് ഒരുപാട് ആളുകൾ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ജയിപ്പിച്ചു വിട്ട ഒരു MLA ആണ് നമ്മുടെ അൻവർ. ഈ PV അൻവർ ജയിച്ചു പോയതിനു ശേഷം ഈ നാട്ടിലേക്ക് വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ജനങ്ങൾ പൂരത്തെറി വിളിക്കുന്നതായിരുന്നു പല ആളുകളും എടുത്ത് പോസ്റ്റ് ചെയ്തത്. മറുനാടൻ ഷാജനും നമ്മുടെ സുനിലും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെയുള്ള സാഹചര്യം ഈ കേരളക്കരയിലുണ്ട്. നമുക്ക് വേണ്ടത്, നമുക്ക് സുരക്ഷിതത്വം, നമുക്ക് പ്രതീക്ഷ അർപ്പിക്കാൻ സാധിക്കണം. ഇപ്പൊ ഒരു തവണയായി, 2 തവണയായി, 3-ാം തവണയും നരേന്ദ്രമോദി തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹിക്കേണ്ടത് ജനങ്ങളാണ്. കാരണം അദ്ദേഹത്തിൽ നിന്നും സേവനങ്ങൾ ലഭിച്ചിരിക്കുന്നത് ജനങ്ങൾക്കാണ്. ഇന്നിപ്പോ പിണറായി വിജയന്റെ മകളുടെ കേസ് വീണ്ടും പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് ആലോചിക്കണം.
മക്കൾക്കു വേണ്ടി കോടിക്കണക്കിന് സമ്പത്തുകൾ ഉണ്ടാക്കി വെക്കാൻ വേണ്ടി ഒരു സാധാരണക്കാരന്റെ മകനായി ജനിച്ച ഒരു മുഖ്യമന്ത്രി ശ്രമിക്കുമ്പോൾ ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിച്ച ഒരു മന്ത്രി എങ്ങനെയായിരിക്കും മക്കൾക്ക് വേണ്ടി ശ്രമിക്കുന്നത് എന്ന് ആലോചിച്ചാൽ മതി. ഉടുതുണിക്കും മറുതുണി ഇല്ലാതെ ഒരു നേരം പോലും വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഇല്ലാത്ത സാഹചര്യത്തിൽ നിന്ന് വളർന്നു വന്ന ആളുകൾക്ക് മോള് ഇന്റർവ്യൂവിന് വന്നിരുന്ന് പറയാണ് 100 കോടിയൊന്നും ഇല്ല, അത്ര ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു എന്ന് ആഗ്രഹിക്കാറുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ നോക്കുമ്പോൾ ജനങ്ങൾ അവരെ കൃത്യമായിട്ട് നോക്കിക്കാണുന്ന ഒരു പ്രധാനമന്ത്രിയെ അദ്ദേഹത്തിന് പബ്ലിക് ഖജനാവിൽ നിന്നും എന്തെങ്കിലും കൈയിട്ട് വാരേണ്ടതുണ്ടോ? ഭാര്യയ്ക്കും മക്കൾക്കുമായി എന്തെങ്കിലും വീതിച്ചു നൽകേണ്ടതുണ്ട്? ഇപ്പോ അദ്ദേഹത്തിന് പ്രധാനമന്ത്രി പദം കിട്ടിയില്ല, ഒന്നും സംഭവിക്കാനില്ല. സുഖസുന്ദരമായിട്ട് അദ്ദേഹത്തിന് ഒന്നുമല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5 മണിക്കൂറെങ്കിലും ഉറങ്ങാനെങ്കിലും സാധിക്കും. ഉറക്കവുമില്ലാതെ അദ്ദേഹം വിശ്രമവുമില്ലാതെ ഈ രാജ്യത്തിനു വേണ്ടി അദ്ദേഹത്തെ എത്ര പേര് വധഭീഷണികൾ മുഴക്കുന്നുണ്ട്, എത്ര പേര് തന്തയ്ക്ക് വിളികളും തെറിവിളികളും കൊണ്ട് ഒരു പക്ഷേ ഇത്രയധികം പരിഹാസങ്ങളും വിമർശനങ്ങളും നേരിട്ട ഒരു പ്രധാനമന്ത്രി ലോക ചരിത്രത്തിൽ ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. എന്റെ രാജ്യത്തെ ഞാൻ ഒന്നാമതെത്തിക്കാനുള്ള തിരക്കിലാണ്. എന്തുകൊണ്ടാണ് കാശ്മീരിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെട്ടത്? ആ മനുഷ്യൻ അദ്ദേഹത്തെ എത്ര കണ്ട് തെറി വിളിച്ചാലും ശരി, എത്ര കണ്ട് ചീത്ത പറഞ്ഞാലും ശരി, കാശ്മീരികൾ ഇനി അദ്ദേഹത്തിന്റെ തലയെടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാലും ശരി, കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് അവിടുത്തെ ജനതയ്ക്ക് വേണ്ടുന്ന സുരക്ഷിതത്വം ഉറപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് എന്ന് ഒരു പ്രധാനമന്ത്രി അർപ്പണബോധത്തോടുകൂടി ഈ രാജ്യത്തെ മുന്നോട്ട് നയിക്കുന്നു. അദ്ദേഹത്തോട് വ്യക്തിപരമായി ഒരിക്കലും എനിക്കൊരു കാഴ്ചപ്പാടുമില്ല. ഒരുപക്ഷെ ഞാൻ ഒരു വിശ്വാസിയല്ല, അദ്ദേഹം ഒരു വിശ്വാസിയാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം എന്നിൽ അടിച്ചേൽപ്പിക്കാത്തിടത്തോളം കാലം, അദ്ദേഹത്തിന്റെ വിശ്വാസം എന്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്തിടത്തോളം കാലം, എന്റെ ജനാധിപത്യ അവകാശങ്ങൾക്ക് വിഘാതം സൃഷ്ടിക്കാത്തിടത്തോളം കാലം അദ്ദേഹം നല്ല ഒരു പ്രധാനമന്ത്രിയാണ്. അപ്പൊ ജനങ്ങൾ അദ്ദേഹത്തെ 3ാം തവണയും തെരഞ്ഞെടുക്കേണ്ടത് എനിക്ക് നിങ്ങളുടെ സേവനം അനിവാര്യമാണ് എന്ന് തോന്നിയാൽ ഞാൻ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ തെരഞ്ഞെടുക്കും. എനിക്കതാണ് മനസ്സിലായത്. ഇപ്പോ നമുക്കറിയാം ടിപ്പു സുൽത്താൻ എന്ന് വിളിക്കപ്പെടുന്ന, എന്നാൽ ട്രോളുകാരൊക്കെ പട്ടി സുൽത്താൻ എന്ന് വിളിക്കുന്ന ഒരുത്തന്റെ പ്രൊഫൈൽ പിക്ചറും ഇട്ടുകൊണ്ട് സുൽത്താൻ സുൽത്താൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതാണ്. നമ്മുടെ ഈ ലൈവ് 3 പ്ലാറ്റ്ഫോമിൽ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടു എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ കമന്റ് ഇവിടെ പ്രസക്തമായിട്ടുള്ള ഒരു കമന്റ് ആണ്. കാരണം ഒരു പക്ക തികഞ്ഞ ഒരു ജിഹാദി സുഡാപ്പിയാണ് ഈ ഐഡിക്ക് പിറകിൽ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഹിന്ദുക്കൾ വികസനത്തിനും നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്താൽ ഇന്ത്യ ജയിക്കും. ഇന്ത്യ ജയിക്കും എന്നുള്ളത് ഇന്ത്യ മുന്നണി ജയിക്കും, അതല്ലെങ്കിൽ UDF ജയിക്കും എന്നുള്ളതാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഹിന്ദുക്കൾ അമ്പലത്തിനും മണിപ്പൂർ മോഡലിനും വെറുപ്പിനും മതത്തിനും വോട്ട് ചെയ്താൽ BJP ജയിക്കും എന്നുള്ളതാണ് ഇവിടെ എടുത്തെടുത്ത് പറയേണ്ടതുണ്ട്. കാരണം ഇവിടുത്തെ ഹിന്ദു ഭൂരിപക്ഷ സമൂഹമായിട്ടുള്ള ഹിന്ദുക്കൾ വിചാരിച്ചിരുന്നെങ്കിൽ ഈ സുൽത്താൻ എന്ന് പറയുന്ന ഐഡിക്ക് പിറകിലിരിക്കുന്ന ഇസ്ലാമിക ജിഹാദിക്ക് ഒരിക്കലും ഇതുപോലുള്ള ഒരു കമന്റ് ഇടാനുള്ള അവസരം വേണമെന്നുണ്ടെങ്കിൽ അന്നും ഇന്നും ഈ ഭൂരിപക്ഷ ഹിന്ദുവായിട്ടുള്ള ഇന്നിപ്പോൾ ഭരിക്കുന്നത് പോലും ഭൂരിപക്ഷ ഹിന്ദുവിന്റെ വോട്ട് നേടിക്കൊണ്ട് തന്നെയാണ് എന്ന് ഈ ജിഹാദിക്കും അറിയാം. വേണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിജിക്ക് ഈ ജിഹാദിയെ പോലെയുള്ള ഇമാതിരി ഈ പുഴുക്കളുടെ ശബ്ദം നിർത്താനുള്ള നടപടികൾ ഇവിടെ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇന്നും ഭാരതം ജനാധിപത്യ രാജ്യം തന്നെയായി നിലകൊള്ളുന്നത് ഈ ഭൂരിപക്ഷ ജനത ഇന്നും ഭൂരിപക്ഷമായി ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ഈ സുൽത്താൻ എന്ന് പറയുന്ന ഈ ജിഹാദിയുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ ഇവിടെ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ എന്തായിരിക്കും പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലും എന്ന് വേണ്ട ഇസ്ലാമിക രാജ്യമായിക്കൊണ്ടിരിക്കുന്ന UK അടക്കമുള്ള അതല്ലെങ്കിൽ ഒരുപാട് ക്രൈസ്തവ രാജ്യങ്ങൾ പോലും ആയിക്കൊണ്ടിരിക്കുന്ന എന്ന് വീണ്ടും പറയുന്നു. അവിടെയൊക്കെ ചെറിയ ശതമാനമായപ്പോൾ തന്നെ അള്ളാഹു അക്ബർ എന്നും വിളിച്ചുകൊണ്ട് ഞമ്മന്റെ മതം മാത്രം മതി, ഞങ്ങൾ മാത്രം മതി എന്ന സ്ഥിതിയിലേക്ക് ഓരോ വിദേശ രാജ്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു. അതൊക്കെ അറിയുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമാധാനത്തോടുകൂടിയും ഇന്നും ഇവിടെ ന്യൂനപക്ഷ ജനത എന്ന ആ ഒരു ലേബലിൽ സകലമാന ആനുകൂല്യങ്ങളും കൈപ്പറ്റി എന്റെ സ്വതസിദ്ധമായിട്ടുള്ള ഭാഷ ഞാൻ ഉപയോഗിക്കേണ്ട എന്ന് കരുതിയതാണ് ഈ ലൈവിൽ. പക്ഷെ അതിവിടെ ഉപയോഗിച്ചേ പറ്റുകയുള്ളൂ. ന്യൂനപക്ഷം എന്ന് പറയുന്ന സകലമാന ആനുകൂല്യങ്ങളും കൈപ്പറ്റി നക്കിക്കൊണ്ട് ആ നക്കാൻ തന്ന കൈയിനെതിരെ തന്നെ കടിക്കുന്ന വിഷപ്പാമ്പുകളാണ് നീയൊക്കെ എന്ന് അറിഞ്ഞുകൊണ്ട്
തന്നെയാണ് ഓരോ ഹിന്ദുവും ഇവിടെ നിന്നെയൊക്കെ തീറ്റിപ്പോറ്റുന്നത്. ഇനി നീ പറയുന്നുണ്ട് ഇവിടെ ഹിന്ദുക്കൾ വികസനത്തിനും നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്താൽ ഇന്ത്യ ജയിക്കും എന്നുള്ളതും. എടോ, ഇതൊക്കെ ചെയ്തത് കൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിജി 2 തവണ ജയിച്ചത്. ഇവിടെ 6.5 പതിറ്റാണ്ട് ഇവിടത്തെ ഹിന്ദുക്കൾ ഒരു പക്ഷത്തെ പരീക്ഷിച്ചു നോക്കിയും ആ പക്ഷത്തിന്റെ പേരായിരുന്നു ഗണ്ഡി കുടുംബം എന്ന് പറയുന്ന പക്ഷം. ആ ഗണ്ഡി കുടുംബം എന്തായിരുന്നു ഇവിടെ കാണിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഒരേ ഒരു ഉത്തരം നിനക്ക് തരാം. അത് അമേഠിയിൽ നിന്നും ഈ രാഹുൽ ഗണ്ഡി വയനാടൻ മലകൾ താണ്ടിക്കൊണ്ട് കേരളത്തിന്റെ ഇവിടെ നിന്നും ജയിക്കാനുള്ള അവസ്ഥ എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നത് മാത്രം മതി നിന്റെ ഈ ചോദ്യത്തിന്. ഹിന്ദുക്കൾ വികസനത്തിനും നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്താൽ ഇന്ത്യ ജയിക്കും എന്നുള്ള നിന്റെ ആ പ്രസ്താവനയ്ക്കും അവർ വോട്ട് ചെയ്തത് അതിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് നരേന്ദ്രമോദിജിയും അദ്ദേഹത്തിന്റെ 2 ടേമും കഴിഞ്ഞത് 3ാമത്തെ ടേമിലേക്കും കാലെടുത്ത് വെച്ചിരിക്കുന്നതും. ഇവിടെ ഇന്നും ഇപ്പോൾ എന്താ പറയാ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പറയുന്ന ആശയത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് ജിഹാദികളും കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് അനുഭാവികളൊക്കെ ഇവിടെ കമന്റ് ഇടുന്നുണ്ട്. ഒരിക്കലും നടക്കില്ല, നാളെ രാഹുൽ ഗാന്ധി റോയൽ ബ്ലഡ് ആണ് നാളെ ജയിക്കാൻ പോകുന്നത് എന്നൊക്കെ. നിന്റെയൊക്കെ ഈ ദിവാസ്വപ്നമുണ്ടല്ലോ, അത് കേരളം എന്ന് പറയുന്ന ഈ ഇട്ടാവട്ടം പാവയ്ക്ക പോലുള്ള ഇസ്ലാമിക ജിഹാദികളുടെ ഹബ്ബായി മാറിയിട്ടുള്ള ഇസ്ലാമിക ജിഹാദികൾ പുളയ്ക്കുന്ന ഈ നാട്ടിൽ ഇരുന്നു കൊണ്ട് മാത്രമേ നിനക്ക് ചിന്തിക്കാനാവുകയുള്ളൂ. ഈ നാട്ടിൽ കണ്ടുകൊണ്ട് മാത്രമേ നിനക്ക് ചിന്തിക്കാനാവുകയുള്ളൂ. പക്ഷെ ഒട്ടക്കിണറ്റിലെ തവളയാവാതെ നീ കേരളം വിട്ടുകൊണ്ട് പുറത്തേക്കൊന്ന് പോവുക. ആ പുറത്ത് പോകുമ്പോൾ നീ UP അടക്കമുള്ള ഗുജറാത്ത് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ നീയൊക്കെ എന്തിനും ഏതിനും പറയുന്ന സംസ്ഥാനങ്ങളാണല്ലോ ഉത്തർപ്രദേശും ഗുജറാത്തും. ആ ഗുജറാത്തിലും UP യിലുമുള്ള മുസ്ലിങ്ങളോട് തന്നെ നീ ചെന്ന് ചോദിക്കുക, എന്താണ് അവിടുത്തെ അവസ്ഥ? എങ്ങനെയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് വര്യൻ ജയിച്ചത്? അദ്ദേഹത്തിന് ഇവിടെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോലും എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ആ പാർട്ടി അതല്ലെങ്കിൽ BJP ജയിച്ചത് എന്നുള്ളതിന് ഉത്തരം നിനക്ക് കിട്ടും. ഇനിയോ ഇവിടെ പറയുന്നു ഹിന്ദുക്കൾ അമ്പലത്തിനും മണിപ്പൂർ മോഡലിനും. മണിപ്പൂർ എന്ന് പറയുന്ന ആ ഒരു വംശഹത്യ, ആ 2 വംശങ്ങൾ തമ്മിലുള്ള അതല്ലെങ്കിൽ 2 വിഭാഗങ്ങൾ തമ്മിലുള്ള ആ കലാപത്തിന് അതല്ലെങ്കിൽ ഹിന്ദു തീവ്രവാദികൾ എന്നൊക്കെ വാഴ്ത്തിക്കൊണ്ട് അവന്റെ തലയിലേക്ക് അത് വെച്ചു കൊടുക്കുന്ന നിന്റെ ആ പഴയ, അതായത് 1600 വർഷങ്ങൾക്ക് മുൻപുള്ള കാട്ടറബി സിസ്റ്റത്തിലുള്ള ആ ഒരു തലയിൽ വെച്ചു കൊടുക്കൽ സിസ്റ്റം ഉണ്ടല്ലോ, അതൊന്നും ഇനി വിലപ്പോവില്ല. കാരണം എല്ലാ ക്രിസ്ത്യാനികൾക്കും ഇത് മനസ്സിലായി, ഇതിൽ ഹിന്ദുവിനോ RSSനോ BJPക്കോ പങ്കില്ല എന്നുള്ളത് ഇവിടെ അന്നം കഴിക്കുന്ന ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, നിനക്ക് മനസ്സിലായിട്ടില്ല. കാരണം നീ മദ്രസ ഉസ്താദിന്റെയും മദ്രസ കിതാബിലുമുള്ള അമേധ്യം ഭക്ഷിച്ച് ജീവിക്കുന്നത് കൊണ്ട് തന്നെ, ആ കൃമി ആയതുകൊണ്ട് തന്നെ, ആ പുഴു ആയതുകൊണ്ട് തന്നെ നിനക്കത് ചിന്തിച്ചാൽ മനസ്സിലാവില്ല. ചിന്തിക്കുന്ന ആളുകൾ കൃത്യമായിട്ട് മനസ്സിലായതുകൊണ്ട് തന്നെയാണ് അവിടങ്ങളിൽ പോലും BJP ഇന്ന് ശക്തമായ നിലപാടെടുത്തിട്ടുള്ളത്. പിന്നെ പലരും പറയുന്നുണ്ട് ഒന്നെങ്കിലും ജയിച്ചു കഴിഞ്ഞിട്ട് പറയടാ എന്നൊക്കെ പറയുന്നുണ്ട്. നിങ്ങളോട് ചോദിക്കാനുള്ള അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന BJPയുടെ സമുന്നത നേതാവുണ്ട്. അദ്ദേഹം ജയിച്ച സമയത്ത് അദ്ദേഹം വെറും 2 സീറ്റുള്ള സമയത്ത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഞങ്ങൾ ഒരു നാൾ മൃഗീയ ഭൂരിപക്ഷത്തിൽ ഈ ഭാരതം ഭരിക്കും. അന്ന് നിങ്ങൾ എന്താണ് ഞങ്ങളെ കളിയാക്കുന്നത്, അതിന്റെ ചെറിയ ശതമാനം ഇപ്പോൾ വേണമെങ്കിൽ കളിയാക്കിക്കോ എന്ന് പറഞ്ഞപ്പോൾ ഈ അടൽ ബിഹാരി വാജ്പേയിയെ കൂക്കി വിളിച്ച് അത്ര കണ്ട അദ്ദേഹത്തെ അപമാനിച്ച അപഹസിച്ച ഗണ്ഡി കുടുംബം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? ഇന്ന് പതിറ്റാണ്ടുകൾക്ക് ഇപ്പുറം അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം കാലം ചെയ്ത് മരണപ്പെട്ടു പോയെങ്കിലും അദ്ദേഹം അന്ന് ഉന്നയിച്ച മൃഗീയ ഭൂരിപക്ഷത്തിൽ BJP ഒരിക്കൽ ഈ രാജ്യം ഭരിക്കും, ഇവിടെ കൃത്യമായിട്ട് ജനാധിപത്യം പുലരുന്നത് പോലെ, അതുപോലെ ഇവിടെ ധർമ്മം നശിച്ച് അധർമ്മം വിളയാടുന്ന ഈ നാട്ടിൽ ധർമ്മം പുനഃസ്ഥാപിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും 2014 ശേഷം ഇവിടെ കാണുന്നുണ്ട്. ഒരു കാലത്ത് അറബ് രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം നടന്ന സമയത്ത് ഇവിടെ വയലാർ റബി എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ് ഉണ്ടായിരുന്നു. അദ്ദേഹം വിദേശകാര്യ സഹമന്ത്രിയായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു വാക്യോട് ഉദ്ധരിക്കേണ്ടതുണ്ട്. എന്തെന്നറിയാമോ? നിങ്ങൾ ഭാരതത്തിന്റെ ഒരു ഐഡന്റിറ്റിയും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ വിമാനത്താവളങ്ങളിലേക്ക് പോകരുത്. ആരോടാ പറഞ്ഞെന്നറിയാമോ? അവിടെ നിന്ന് കിട്ടിയ കൈലി ഉടുത്തുകൊണ്ടായാലും വേണ്ടില്ല, കിട്ടിയതൊക്കെ വാരിപ്പൊക്കി ആ നാട്ടിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ട് തന്റെ നാട്ടിലുള്ള വീട്ടുകാരെയും നാട്ടുകാരെയും കാണാൻ വേണ്ടി കൊതിച്ച് വിമാനത്താവളത്തിലേക്ക് പോകുമ്പോൾ നീ ഒരിക്കലും ഇന്ത്യക്കാരനാണെന്ന ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ വേണം നീ വിമാനത്താവളത്തിലേക്ക് പോവേണ്ടത്. കാരണം ഇന്ത്യക്കാരനാണെന്ന് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ ജീവൻ അപകടമാണ് എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും റഷ്യയും ഉക്രൈനും യുദ്ധം നടന്ന ഈ അടുത്ത നാളുകളിൽ നമ്മൾ കണ്ടു, ഭാരതത്തിന്റെ പതാക ഏന്തിക്കൊണ്ട് മാത്രമായിരിക്കണം നിങ്ങൾ രക്ഷപ്പെട്ടു പോരേണ്ടത്. ഭാരതത്തിന്റെ പതാക കണ്ടു കഴിഞ്ഞാൽ ഒരു ശത്രുവും നിന്റെ നേരെ വിരൽ ചൂണ്ടില്ല, ഒരു ശത്രുവും നിന്നെ രൂക്ഷത്തോടെ നോക്കുക പോലുമില്ല എന്ന് പറഞ്ഞപ്പോൾ പാകിസ്ഥാൻ അടക്കമുള്ള ചൈന അടക്കമുള്ള രാജ്യങ്ങൾ പോലും ഭാരതത്തിന്റെ പതാക പൊക്കിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ ആ നാട്ടുകാർ പോലും രക്ഷപ്പെട്ട ചരിത്രമൊക്കെ അറിയുന്നത് കൊണ്ട് തന്നെ ഈ 2 ഉദാഹരണങ്ങൾ മാത്രം മതി. എന്താണ് ഇവിടെ ഹിന്ദുക്കൾ വികസനത്തിനും നന്മയ്ക്കും മതേതരത്വത്തിനും ഭരണഘടനയ്ക്കും വോട്ട് ചെയ്തതെന്നും ആ വോട്ട് കൊണ്ട് ജയിച്ച നരേന്ദ്രമോദിജി ഈ നാട്ടിൽ, ഈ നാടിന് വേണ്ടി, ഈ ലോകത്തിന് വേണ്ടി നമ്മുടെ ഭാരതത്തെ എത്ര കണ്ട് ഉയർത്തി എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ
ഒരു നേരമെങ്കിലും അന്നം കഴിക്കുക, നീ തിന്നുന്ന ആ മതക്കിത്താബുണ്ടല്ലോ അത് മാറ്റിവെച്ച് അതിലെ ആ കൃമി തിന്നുന്ന അമേദ്യം തീറ്റ നിർത്തി നീ ഇതെങ്കിലും ചെയ്യുക, അപ്പോൾ നിനക്കുള്ള ഉത്തരം കിട്ടും. എന്തായാലും വലിയൊരു സെഷൻ തന്നെ, ഗംഭീരമായ രാഷ്ട്രീയ സെഷൻ തന്നെ നമ്മളെ ഇന്ന് ചൊറിയാതെ വയ്യയിലേക്ക് കൊണ്ടുവന്നത് നാളെ ഒരു ചരിത്ര മുഹൂർത്തം തന്നെയാണ്. കാരണം മൂന്നാമതും കിരീട ധാരണത്തിലേക്ക് അടുക്കുന്ന BJP എന്ന് പറയുന്ന കക്ഷി, അതല്ലെങ്കിൽ NDA എന്ന് പറയുന്ന കക്ഷി, നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ലോക നേതാവ്, അദ്ദേഹം ആ ഒരു കിരീട ധാരണത്തിലേക്ക് അടുക്കുമ്പോൾ അതിന്റെ ആഘോഷത്തിന് വേണ്ടി ഇന്ന് തന്നെ പൂക്കൾ പോലും സമാഹരിച്ചു വെച്ചിരിക്കുന്നു, താമരപ്പൂക്കൾ പോലും സമാഹരിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു യഥാർത്ഥ ഒരു റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുമ്പോൾ ഇവിടെ രാഷ്ട്രീയ തിമിരം മൂത്ത മതവർഗീയത മൂത്തിട്ടുള്ള ഇന്ന് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിയല്ല, രാജ്യം തകർന്നാലും വേണ്ടില്ല, ഞമ്മക്ക് ഞമ്മന്റെ മതമാണ് വലുത് എന്ന് ആ ചിന്തിച്ച് നടക്കുന്ന ആളുകൾക്കുള്ള ഉത്തരം തന്നെയാണ് നാളത്തെ ആ ഒരു മഹത്തായ ഉത്തരം. എന്തെങ്കിലും കൂട്ടിച്ചേർക്കേണ്ടതുണ്ടോ ടീച്ചർ? അതെ, രാജ്യം ആര് ഭരിക്കുമെന്ന് നാളെ തിരിച്ചറിയാൻ കഴിയും. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണല് നാളെ നടക്കുന്നു, പുരോഗമിക്കുമെന്ന് തന്നെ നമുക്കറിയാം. രാവിലെ 8 മണി മുതൽ വോട്ട് എണ്ണി തുടങ്ങുന്നു. ആദ്യം പോസ്റ്റൽ ബാലറ്റ്, പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ വോട്ടുകളും എണ്ണും. ആദ്യ മണിക്കൂറുകളിൽ തന്നെ ഏതാണ്ട് ആരാണ് ലീഡ് ചെയ്യുന്നത് എന്ന ട്രെൻഡ് നമുക്ക് വ്യക്തമാകും. വോട്ടെണ്ണൽ ദിവസത്തിലെ ക്രമീകരണങ്ങൾ വിശദമാക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് 12:30 തന്നെ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളത് കണ്ടതാണ്. വോട്ടെണ്ണലിലെ സുതാര്യത ആവശ്യപ്പെട്ട് ഇന്ത്യ സഖ്യത്തിനെതിരെ BJPയും നൽകിയ പരാതികളിൽ കമ്മീഷൻ പ്രതികരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. അതേസമയം രാജ്യത്ത് വീണ്ടും മോദി തരംഗം എന്നാണ് കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത്. NDA മൂന്നാമതും അധികാരത്തിൽ എത്തുമെന്നും BJP ഒറ്റയ്ക്ക് ഭൂരിപക്ഷം നേടുമെന്നും ഭൂരിപക്ഷം സർവേകളും പ്രവചിക്കുമ്പോൾ കുരുക്കൾ പൊട്ടുന്നത് ആർക്കാണെന്ന് നമുക്കറിയാം. അത് എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇന്ത്യ സഖ്യം 200 കടക്കില്ലെന്നും പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടിയേക്കുമെന്ന് കോൺഗ്രസിന് ആശ്വസിക്കാമെന്നും സർവേകൾ പ്രവചിക്കുന്നുണ്ട്. തെക്കേ ഇന്ത്യയിലും മികച്ച സാന്നിധ്യമായി BJP മാറാമെന്ന് തന്നെയാണ് സർവേകൾ. NDA 353 മുതൽ 368 വരെ സീറ്റുകൾ നേടുമെന്നാണ് റിപ്പബ്ലിക് മാട്രിക്സ് എക്സിറ്റ് പോൾ പ്രവചിക്കുന്നത്. ഇന്ത്യ സഖ്യം 118 സീറ്റ് മുതൽ 133 സീറ്റ് വരെയും മറ്റുള്ളവര് 43 മുതൽ 48 വരെ സീറ്റുകൾ നേടുമെന്നും റിപ്പബ്ലിക് മാട്രിക്സ് പ്രവചിക്കുന്നുണ്ട്. NDA 362 മുതൽ 392 വരെ സീറ്റുകൾ നേടുമെന്നാണ് ജൻ കി ബാത് പ്രവചിക്കുന്നത്. അപ്പൊ ഇങ്ങനെ പല രൂപത്തിലുള്ള പ്രവചനങ്ങൾ കേൾക്കുമ്പോൾ സ്വാഭാവികമാണ്, അയ്യോ ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, ഞങ്ങൾക്ക് കിട്ടത്തില്ല, ഒരിക്കലും കിട്ടില്ല എന്നും അതുപോലെ ചാണകങ്ങൾ എന്നും വിളിച്ച് പരിഹസിച്ചിരുന്ന ആളുകൾ കയറി വരുമ്പോൾ സ്വാഭാവികമാണ് ഈ കുരുക്കൾ ഇത് പൊട്ടിത്തന്നെ തീരണം. വൈൻഡപ്പ് ചെയ്യാം. യെസ്, ഓക്കെ. എന്തായാലും ഒരു ഗംഭീരമായുള്ള സെഷൻ നമ്മുടെ വിശിഷ്ട വ്യക്തിയായി നമുക്ക് കൃത്യമായിട്ടും രാഷ്ട്രീയ വിശകലനം ചെയ്തു തന്ന അഡ്വക്കേറ്റ് ജയസൂര്യൻ സാറിന്റെ ഒരുപാട് നന്ദി വീണ്ടും പ്രകാശിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ ഇതുപോലെ തന്നെ മാധ്യമങ്ങൾ പറയാൻ ഭയക്കുന്ന വിഷയങ്ങളുമായി ചൊറിയാതെ വീണ്ടും ഒരു എപ്പിസോഡ് നാളെ വീണ്ടും നമ്മൾ വരും. അതുവരേക്കും തൽക്കാലം ഗുഡ് നൈറ്റ് ആൻഡ് ജയ് ഹിന്ദ്, നമസ്കാരം.